ഉണരു നീ വചനമേ, ഉണരു നീ നാദമായി, ഉണരു നീ വചനമേ, ഉണരു നീ ജീവനായി, ഉണരു നീ. അമേൻ 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 അമേൻ. അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. സകല ബന്ധനങ്ങളും വിട്ടു മാറട്ടെ. എല്ലാ അസ്വസ്ഥതയുടെ കെട്ടുകൾ അഴിയട്ടെ അഴിയട്ടെ അഴിയട്ടെ. തിരു രക്തത്താൽ, യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ, ഇവരായിരിക്കുന്ന അവസ്ഥകളുടെ മേൽ വന്നിറങ്ങട്ടെ. ആത്മാവിൻ്റെ ശക്തി നിറയട്ടെ കർത്താവേ. ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. അറിയാം സമർപ്പിക്കാം ഈശോയുടെ കരങ്ങളിലേക്ക്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്തേ, കുറവുകൾ സമർപ്പിച്ചേ. ഈശോ, എന്നിൽ ഈ ഒരു കുറവുണ്ട് എന്ന് നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്ന എന്താണോ സമർപ്പിക്കാം. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ഇത് ശരിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം സമർപ്പിക്കാം. പലതവണയായിട്ട് വിവിധ കുമ്പസാരങ്ങളിൽ നമ്മൾ ഏറ്റുപറഞ്ഞ, പതിവായി പറയുന്ന പാപങ്ങൾ സമർപ്പിക്കാം. ഇതെല്ലാം നമ്മിലുള്ള കുറവുകളാണ്. ചില പാപങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് കുറവാണ്. അത് കുമ്പസാരത്തിൽ അത് നമ്മൾ അതിനൊരു മിസ്യൂസ് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് കുമ്പസാരക്കൂടനെ. അത്തരത്തിൽ ചില പാപങ്ങളിൽ നമ്മൾ അടിപ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ സമർപ്പിക്കാം. മാറ്റം വരുത്തണം എന്ന് ഈശോ ഉള്ളിലൊരു പ്രേരണ തന്നിട്ടും മാറ്റം വരുത്താതെ ജീവിക്കുന്നുണ്ടെങ്കിൽ സമർപ്പിച്ചേ. മാറ്റം വരുത്തണം, നീ തിരുത്തണം എന്ന് ഈശോ നിന്നോട് പറഞ്ഞു, പക്ഷെ തിരുത്തുന്നില്ലെങ്കിൽ സമർപ്പിക്കാം. കുടുംബത്തിൻ്റെ ഏത് അവസ്ഥയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചേ. അവൻ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവമാണ്. നമ്മളിന്ന് ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ദൈവത്തിൻ്റെ വലിയ കരുണയാണ്, നമ്മുടെ മേന്മയോ ആരോഗ്യമോ അല്ല. നമ്മൾ അവൻ്റെ മുൻപിലായിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാണ്, നമ്മുടെ ആരോഗ്യമല്ല. ഇന്നത്തെ പ്രഭാതം കാണാൻ കഴിയാതെ എത്രയോ പേര് ലോകം വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, ദൈവം വീണ്ടും ഒരു ദിവസം നമുക്ക് തന്നു അനുതപിക്കാൻ, ഒരുങ്ങാൻ, പാപത്തെ ഉപേക്ഷിക്കാൻ. ഒരു ദിവസം കൂടി ദൈവം അനുവദിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പൂർണ്ണമായിട്ട് ക്ഷമിക്കേണ്ടവരെ, മനസ്സിലൊന്ന് കണ്ടവരെ പൂർണ്ണമായിട്ട് ക്ഷമിക്കാനുള്ളൊരു കൃപ ചോദിക്കാം. ആരോടെങ്കിലും മാപ്പ് ചോദിക്കാനുണ്ടെങ്കിൽ അത് അവരോടും നമ്മൾ ഈ സമയം മാപ്പ് ചോദിക്കാം. ആർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഈ സമയം സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ. അവൻ്റെ വലിയൊരു ചൈതന്യം നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ. അവൻ്റെ കൃപ നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ. നമ്മൾ പൂർണ്ണമായും അവൻ്റേതാണ്. നമ്മുടേതായി നമുക്കൊന്നും തന്നെ അവകാശപ്പെടാനില്ല. നമ്മൾ പൂർണ്ണമായും ദൈവത്തിൻ്റേതാണ്. സമർപ്പിച്ച് പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ യോഗ്യരാകുവാൻ നമ്മുടെ ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധ അമ്മയെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആവേ മരിയ. കരങ്ങൾ വീശി വീണ്ടും
പരിശുദ്ധ മറിയമേ അമ്മേ. ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. പ്രിയമുള്ളവർ, ഈ ഒരു ദിവസം ദൈവം നമുക്ക് നൽകിയതിന് ദൈവത്തിന് നന്ദി പറയാൻ. ദൈവത്തിൻ്റെ വലിയ കരുണയാണ് ഇന്ന് അവനോടുകൂടെ ഈ ശനിയാഴ്ച ദിവസം പരിശുദ്ധ അമ്മയുടെ ദിവസം ആയിരിക്കാൻ ദൈവം നമ്മളെ അനുവദിച്ചത്. കർത്താവിൻ്റെ വലിയ കരുണയാണ്, നന്ദി പറയാം. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ വിശുദ്ധവാരം കഴിഞ്ഞ് അതിൻ്റെ ഒരുക്കം കഴിഞ്ഞ് പുതുഞായർ കഴിഞ്ഞ് നമ്മൾ ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിച്ചതിൽ നിന്നും നമ്മൾ സ്വീകരിച്ച നോമ്പെടുത്ത അഭിഷേകം സ്വീകരിച്ച ആ ഒരു തലത്തിൽ നിന്നും നമ്മളിലേക്ക് കടന്നു വരേണ്ട ദൈവത്തിൻ്റെ നന്മ കടന്നു വരാൻ നമ്മളിനി അങ്ങോട്ട് ഈ ദിവസങ്ങൾ തുടങ്ങി അങ്ങോട്ട് നമ്മളുടെ എന്താ പറയുക പെന്തക്കോസ്ത വരെയുള്ള ദിവസത്തിൽ നമ്മളിനി ഒരുങ്ങി പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ നോമ്പിൽ സഹനങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി നമ്മൾ ഒരുങ്ങിയതിനു ശേഷം നമ്മൾ കരുണയുടെ ഞായറാഴ്ച ദൈവത്തിൽ നിന്ന് കരുണ സ്വീകരിച്ച് ഈ സ്വീകരിക്കപ്പെട്ട കരുണയിൽ വീണ്ടും ദൈവം നമ്മെ മറ്റൊരഭിഷേകത്തിലേക്ക് ഒരുക്കുന്നുണ്ടെങ്കിൽ ആ അഭിഷേകമാണ് പെന്തക്കോസ്ത എന്ന് പറയുന്നത്. അപ്പോൾ പെന്തക്കോസ്തായുടെ ദിവസത്തിലേക്ക് നമ്മൾ എത്താനായിട്ടുള്ള യാത്രയാണ്. നമ്മൾ വെള്ളി മുതൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങുകയാണ്. പെന്തക്കോസ്തയിലേക്കുള്ള ട്രാവലാണ്. കാരണം അതിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരുന്നതും വർഷാവർഷം ഞാനത് പുതുക്കേണ്ടതും. ഈ പെന്തക്കോസ്തയിൽ നമ്മൾ പുതുക്കണം, നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ശരീരത്തെയും നമ്മുടെ എല്ലാ അവസ്ഥകളെയും ദൈവത്തിന് സമർപ്പിച്ച് അവനിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരാനായിട്ട് എന്നെ തന്നെ റെജുവനേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് പെന്തക്കോസ്ത ദിനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കേണ്ട കാലഘട്ടമാണ് ഈ കരുണയുടെ ഞായർ കഴിഞ്ഞിങ്ങോട്ട് തുടങ്ങുന്ന ഓരോ ദിവസങ്ങളിലും നമ്മൾ ദൈവത്തിന് പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ കൊടുക്കണം. പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ദൈവമേ നീ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഒരു 4 മണിക്കെങ്കിലും നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈസ്റ്റർ കഴിഞ്ഞുള്ള ദിവസങ്ങളിലാണ്. പെന്തക്കോസ്ത വരെയുള്ള ദിവസങ്ങളിൽ അതൊരു ചലഞ്ചായിട്ട് നിങ്ങളെടുത്ത് പ്രാർത്ഥിക്കണം. ഒരിക്കലും അലാം വെച്ച് എഴുന്നേൽക്കരുത്. തലേദിവസം കിടക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് പറയണം, മാതാവേ എന്നെ നീ 4 മണിക്ക് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ അമ്മ എഴുന്നേൽപ്പിക്കും. അങ്ങനെ എഴുന്നേൽക്കുന്നത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാനിരിക്കുകയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അലസതയിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ഒരലാമും വയ്ക്കാതെ നമ്മൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കൃപ തരാൻ ദൈവം നിന്നെ ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിന്ന് ശ്രവിക്കുന്ന തിരുവചനം അപ്പോസ്തല പ്രവർത്തനം അതിൻ്റെ 16-ാം അധ്യായം 25 മുതലുള്ള തിരുവചനമാണ്. അപ്പോസ്തല പ്രവർത്തനം അതിൻ്റെ 16-ാം അധ്യായം 25 മുതലുള്ള തിരുവചനമാണ്. ഏതാണ്ട് 34 വരെയുള്ള തിരുവചനങ്ങളാണ് ശ്രവിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെങ്കിൽ പോലും നമ്മളിന്ന് വിചിന്തനത്തിനെടുക്കുന്നത് ഈ വചനഭാഗമാണ്. അതിൻ്റെ ഹെഡിങ് നിങ്ങൾക്കറിയാം, തടവറയിലെ അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒത്തിരി കേട്ടതാണ് ഈ വചനഭാഗം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, എന്താണ് തടവറ എന്നുള്ളതും അവിടെ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒന്നാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് നമുക്കറിയാം, തൃത്വസ്തുതി ചൊല്ലിക്കൊണ്ടാണ് നമ്മളെല്ലാ പ്രാർത്ഥനകളും ആരംഭിക്കുന്നതും. പരിശുദ്ധ ബലി പോലും ആരംഭിക്കുന്നത് തൃത്വസ്തുതി ചൊല്ലിക്കൊണ്ടാണ്. ചെറിയ കുരിശ്, ചില പ്രാർത്ഥനകൾ ആരംഭിക്കുമ്പോൾ മാത്രം നമ്മൾ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ എന്ന് പറയുന്നു തുടങ്ങുന്ന വലിയ കുരിശ് വരച്ചു തുടങ്ങും. വലിയ കുരിശ് വരയ്ക്കുന്നതിന് മുൻപും വലിയ കുരിശ് വരച്ചതിന് ശേഷവും നമ്മൾ തൃത്വസ്തുതി ചൊല്ലാറുണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അല്ലെങ്കിൽ നാമത്തിൽ ആമേൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ, അതായത് നമ്മുടെ എതിർവശത്തെ നമ്മൾ ബ്ലസ് ചെയ്യുകയാണ്, ബന്ധിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇപ്പം നമ്മൾ കൈ അനക്കുന്നില്ല, എനിക്ക് തൃത്വസ്തുതി ചൊല്ലാം, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുമ്പോൾ ഞാൻ എന്നിൽ തൃത്വിക ആരാധന നടത്തുന്നതിനോടൊപ്പം തൃത്വസ്തുതി ഞാൻ കരങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓരോ സ്ഥലത്ത് എൻ്റെ നെറ്റിയിൽ എൻ്റെ പിതാവിന് എൻ്റെ ബുദ്ധിയെയും പുത്രൻ എൻ്റെ ഹൃദയവിചാരങ്ങളെയും പരിശുദ്ധാത്മാവിന് എൻ്റെ കരവേലകളെ ഞാൻ സമർപ്പിച്ചിട്ടാണ് തൃത്വസ്തുതി ചൊല്ലിക്കൊണ്ട് ഒരു പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ ഈ പ്രാർത്ഥനയാണ് നമ്മൾ ഏത് പ്രാർത്ഥനയ്ക്കും മുന്നേ തൃത്വൈക ആരാധന ചെയ്യുന്നിടത്ത് നമ്മളുടെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്യിക്കുന്ന, പല വിചാരത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഏത് അരൂപിയാണോ ആ മുറിക്കുള്ളിലുള്ളത് അതിനെ നമ്മൾ ബന്ധിക്കുകയാണ് ആ സമയം ചെയ്യുന്നത്. പക്ഷെ നമ്മളിത് അറിയുന്നില്ല. നമ്മൾ തൃത്വസ്തുതി ചൊല്ലുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന നമ്മളിൽ തന്നെ എന്നുള്ളതാണ് നമ്മുടെ ചിന്തയെങ്കിൽ തെറ്റി. മറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല, നമ്മൾ എതിർവശത്തേക്കൊരു കുരിശടയാളം അന്തരീക്ഷത്തിൽ വരയ്ക്കുന്നുണ്ട്. ഇതിലാണ് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിലേക്ക് മാത്രം, മുന്നിലിരിക്കുന്ന എൻ്റെ കർത്താവായ ഈശോ മിശിഹായിലേക്ക് മാത്രം എൻ്റെ ആത്മാവ് ചെന്നെത്തണം എന്ന് പറയുന്ന ഒരു തുടക്കമാണ് നമ്മളവിടെ കുരിശാരാധന അല്ലെങ്കിൽ വിശുദ്ധ കുരിശിൻ്റെ മുദ്ര അല്ലെങ്കിൽ തൃത്വസ്തുതി, ത്രിയേക ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എതിർവശത്തെ ബന്ധിച്ച് പൂട്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. എതിർവശത്തേക്ക് അത് എത്ര ദൂരം എൻ്റെ കണ്ണ് ചെന്ന് നിൽക്കുന്നത്, ഒരു പക്ഷേ എതിർവശത്തുള്ള ഭിത്തിയിലോ അല്ലെങ്കിൽ ഞാൻ പറമ്പിലോ മുറ്റത്തോ എവിടെയാണോ, ആകാശത്തേക്കാണോ, എവിടെ നോക്കി ഞാൻ തൃത്വസ്തുതി ചെല്ലുന്നുവോ എൻ്റെ നാല് ചുറ്റും പ്രിയപ്പെട്ട ദൈവജനമേ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിവലയം ആ സമയം ഫോം ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ അതിനകത്താകുന്നുണ്ട്. നമ്മൾ പൂർണ്ണമായും നമ്മൾ തൃത്വസ്തുതി ചെല്ലുമ്പോൾ നിങ്ങൾ അറിയണം, നമ്മളിങ്ങനെ വീശി എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു തൃത്വിക കൂടാരത്തിനകത്ത്, ആ ഒരു ടണലിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തൃത്വം നമ്മളെ പൊതിയുന്ന സമയമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെട്ടുകൊണ്ട് തൃത്വത്തിൻ്റെ പൂർണ്ണ സംരക്ഷണത്തിലും അനുഗ്രഹത്തിലും ആശീർവാദത്തിലും നമ്മൾ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നിടത്ത് മാത്രമാണ് തടവറ, ആ ഒരു അനുഭവത്തിൽ നിന്ന് മോചനം, അത്ഭുതം എന്ന് പറയുന്ന അഭിഷേകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. പൗലോസും സീലാസും തടവറയിൽ ആയിരുന്നു. തടവറ കുറവാണ്. തടവറ എന്ന് പറയുന്നത് തെറ്റ് ചെയ്തവൻ അടയ്ക്കപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ അവിടെ അത്ഭുതത്തിന് വഴിയുണ്ട് എന്നുള്ളതാണ് പ്രത്യാശ എന്ന് പറയുന്ന കൃപയുടെ ഏറ്റവും വലിയ ഇരിപ്പിടം തടവറയ്ക്കകത്താണെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. നമ്മളിൽ ഒരു അവസ്ഥ നമ്മളിലുണ്ട്, എന്നിലും നിങ്ങളിലും ഒരവസ്ഥയുണ്ട്. ഈ അവസ്ഥ എന്താണ്? നമ്മളിൽ മുറിവേറ്റ് കിടക്കുന്ന ചില മേഖലകളിൽ ദൈവത്തിൻ്റെ ശക്തിയെ കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? അതിനെയാണ് തടവറ എന്ന് വിളിക്കുന്നത്. ചില പാപത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. ചില നൈമിഷിക സുഖങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ചില ജീവിത സാഹചര്യങ്ങളോട് നോ പറയാൻ പറ്റുന്നില്ല. ചില വ്യക്തികളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം തടവറയാണെങ്കിൽ തടവറയ്ക്കുള്ളിൽ ഒരു അത്ഭുതം വരണമെങ്കിൽ തൃത്വസ്തുതി ചൊല്ലി നിങ്ങൾ പ്രാർത്ഥന ആരംഭിക്കണം. തൃത്വസ്തുതി ചൊല്ലുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, എതിർവശത്തെ നിങ്ങൾ ബ്ലെസ് ചെയ്യുന്നു, എതിർവശത്തുള്ള അരൂപികളെ നിങ്ങൾ ബന്ധിക്കുന്നുണ്ട്. നിങ്ങൾ പോലും അറിയുന്നില്ല. കാരണം ഞാനും നിങ്ങളും രാജകീയ പൗരോഹിത്യത്തിന് ഉടമകളാണ്. രാജകീയ പുരോഹിത ഗണമാണ്. നമ്മുടെ കരങ്ങളിൽ കുരിശടയാളം വരക്കുന്ന നമ്മുടെ തമ്പ് മുതൽ ഈ ഒരു വലത് കരത്തിലേക്ക് ദൈവത്തിൻ്റെ ഒരു ശക്തി, രക്ഷാകര ശക്തി ഈ കയ്യിലേക്ക് പകർന്ന് തന്നിട്ടുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, മോശയുടെ ചരിത്രം നിങ്ങൾ എടുത്തു വായിച്ചേ. മോശ ഒരിക്കലും ദൈവം മോശയ്ക്ക് ഒരു അത്ഭുതവും പ്രവർത്തിച്ചു കൊടുത്തില്ല. മോശ പറഞ്ഞു, ഞാൻ വിക്കനാണ്, എനിക്ക് ഇവരോട് സംസാരിക്കാൻ, ഫറവോയോട് സംസാരിക്കാനുള്ള ത്രാണിയില്ലാത്തവനാണ് എന്ന് പറഞ്ഞപ്പോൾ ദൈവം കൊടുത്ത മറുപടി എന്താണ്? പുറപ്പാടിൻ്റെ പുസ്തകം 1 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ദിവസവും നിങ്ങൾ വായിക്കണം, 1 മുതൽ 15 വരെ. കാരണം നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഏത് അരൂപിയാണോ അതിനെതിരെ നമുക്ക് തൊടുത്തു വിടാവുന്ന 9 തരം അസ്ത്രങ്ങളെ അതിനകത്ത് ദൈവമായ കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് മോശയിലൂടെ. ഇസ്രായേൽ ജനത്തെ ഫറവോയുടെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുക ഏൽപ്പിക്കപ്പെട്ട ദൗത്യം. മോശ പറഞ്ഞു, പറ്റില്ല. ദൈവം പറഞ്ഞു, നിന്റെ സഹോദരനുണ്ടല്ലോ, ആരാ? അഹറോൻ, അവനെ വിളിക്ക്, അവൻ നിനക്ക് വേണ്ടി സംസാരിക്കും. എന്നിട്ടും ദൈവം മോശയുടെ വിക്ക് മാറ്റിയില്ല. വിക്ക് മാറ്റുന്നതിന് പകരം സംസാരിക്കാനുള്ള തടസ്സം മാറ്റിക്കൊടുത്തു. അതെന്താ സംസാരിക്കാനുള്ള തടസ്സം മാറ്റിയത്? വേറൊരു വ്യക്തിയെ ഒരുക്കി കൊടുത്തെന്നല്ലാതെ അവൻ്റെ കുറവുകളിലേക്ക് കർത്താവ് ഒരിക്കലും കടന്നു ചെന്ന് കുറവ് നികത്തിയല്ല ദൈവം നിങ്ങളെ ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്നത്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ.
ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് ഞാൻ പാപിയാണ്, എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയ വ്യക്തിയാണ്, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവില്ല, കൃപയില്ല, ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം മോശയോട് ദൈവം പറഞ്ഞു, നിനക്ക് സംസാരിക്കാൻ തടസ്സമുണ്ടെങ്കിൽ നീ അഹ്റോനെ വിളിക്കുക, എന്നാലും നീ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ നേതൃത്വം എടുത്തുകൊണ്ട് നീ അതിലേക്ക് പ്രവേശിക്കണം. എങ്ങോട്ട്? ഫറവോയിലേക്ക് നീ പ്രവേശിക്കണം. പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെ നിന്ന് തുടങ്ങി തവളകൾ പെരുകുന്നത്, പേൻ പെരുകുന്നത്, വീണ്ടും അന്തരീക്ഷത്തിലേക്ക് ചാരം വിതറിക്കൊണ്ട് അവരുടെ ദേഹം വ്രണങ്ങൾ കൊണ്ട് കർത്താവ് നിറയ്ക്കുന്നത്, മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നത്, ഇങ്ങനെ മഹാമാരികളെ കർത്താവ് അയക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നൈൽ നദിയിൽ മോശ കരങ്ങൾ നീട്ടുമ്പോൾ നൈൽ നദിയിലുള്ള വെള്ളം രക്തമായിട്ട് മാറ്റപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതെല്ലാം ദൈവം നമുക്ക് തന്ന ആത്മീയ ആയുധങ്ങളും ആത്മീയ രഹസ്യങ്ങളുമാണ്. എതിർവശത്ത് നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അവസ്ഥയല്ലെങ്കിൽ, ഞാനായിരിക്കുന്ന ആ ഒരു ടെറിട്ടറി എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത അവസ്ഥയാണെങ്കിൽ എനിക്ക് തൊടുത്തുവിടാൻ സാധിക്കുന്ന അസ്ത്രങ്ങളെ ഈ പുറപ്പാടിൻ്റെ പുസ്തകം 1 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. വിടണം പ്രിയപ്പെട്ടവരെ. എന്തിനു വേണ്ടിയിട്ടാണ്? മോചനത്തിന് വേണ്ടിയിട്ട്. എന്തിൽ നിന്ന്? അടിമത്തത്തിൽ നിന്ന് നിനക്ക് മോചനം കിട്ടണമെങ്കിൽ, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന് മോചനം കിട്ടണമെങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, ചിലതിനെല്ലാം നമ്മൾ അയക്കേണ്ടതായിട്ടുണ്ട്, ചിലതിനെയെല്ലാം നമ്മൾ കെട്ടിയിടേണ്ടതായിട്ടുണ്ട്, ചിലയിടത്തെല്ലാം നമ്മളൊരു പാഠം പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്കെതിരെ നിൽക്കുന്ന വ്യക്തിയല്ല നമ്മുടെ ശത്രു, അവൻ്റെ ഉള്ളിൽ അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്ന അരൂപിയാണ് നിങ്ങളുടെ ശത്രുവെങ്കിൽ നിങ്ങളിവിടെ നിന്ന് തൊടുത്തുവിടാവുന്ന അസ്ത്രങ്ങളാണ് ഈ പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഇത് നമ്മളിൽ എപ്പോഴെങ്കിലും വന്നുപോയ ഒരഭിഷേകമല്ല. ദൈവം അനാദി മുതലേ എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന വിഹിതം എൻ്റെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയൊരു ടാങ്കിൽ ഇവിടെ വെള്ളം എടുത്ത് വെച്ചാൽ അത് എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങൾ എത്ര വലിയ ബക്കറ്റ് കൊണ്ടുവന്നത് കോരിയെടുക്കുന്നുവോ അത്രയും നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞതുപോലെയാണ്, ഞാൻ സ്വീകരിക്കുന്നതനുസരിച്ച് എന്നിലേക്ക് വരുന്നതാണ് പരിശുദ്ധാത്മാവ്. എനിക്ക് ആവശ്യമുള്ളത് എടുക്കാം എന്ന് ദൈവം ഫ്രീ ആയിട്ട് നിനക്ക് അനുവദിച്ച് തന്നിരിക്കുന്നതിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അതിനൊരു ലിമിറ്റില്ല, ലിമിറ്റേഷൻസ് ഇല്ല, അതിനൊരു യോഗ്യത കണക്കാക്കലില്ല. ഒരുക്കമാണ് കർത്താവ് നോക്കുന്നത്. എന്താണ് ഒരുക്കം? പാപത്തെ വെറുത്തുപേക്ഷിക്കണം. ഇതിലേക്കാണ് ഇന്നത്തെ ഒരു വചനഭാഗത്തിലൂടെ നമ്മൾ പ്രവേശിക്കുന്നത്. തടവറ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തടസ്സപ്പെട്ട് കിടക്കുന്ന മേഖലകളാണെങ്കിൽ ഇതിൽ നിന്നും പുറത്തു കൊണ്ടുവരണം. എവിടെയാണ് തടവറയിൽ കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരാത്തത്? ഈ തടവറയിൽ നമ്മളൊരു സുഖം അനുഭവിച്ച് തുടങ്ങിയാൽ, ചില പാപങ്ങളിൽ നമുക്കൊരു സുഖമുണ്ട്, ഈ സുഖത്തിൽ ആ പാപത്തിൽ തന്നെ ആയിരിക്കാൻ സാത്താൻ നമുക്കൊരു പ്രേരണ തരുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് തടവറ. ഇതിൽ നിന്ന് പുറത്തു വരണം. ഇതിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് സാധിക്കുന്നതിൻ്റെ പേരാണ് അത്ഭുതം എന്ന് പറയുന്നത്. അതാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് തൃത്വസ്തുതി ചൊല്ലി പ്രാർത്ഥന ആരംഭിക്കണം എന്ന് നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്. തൃത്വസ്തുതി ചൊല്ലാത്തിടത്ത് സാത്താൻ്റെ ശക്തികൾ വിട്ടുമാറുന്നില്ല. അത് നമ്മൾ കരങ്ങളിലൂടെയും അധരത്തിലൂടെയും നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നിടത്താണ് ഈ അത്ഭുതം നമ്മളായിരിക്കുന്ന ആ ഒരു റൂമിനകത്ത്, നമ്മളായിരിക്കുന്ന ദേശത്ത്, ഭവനത്തിനുള്ളിൽ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു കാലഘട്ടത്തിൻ്റെ സ്പിരിറ്റുണ്ട്. എന്തിനോടും ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്. എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കും. എന്ത് വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞാലും ദൈവത്തെക്കുറിച്ച് പറഞ്ഞാലും എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കാലഘട്ടമാണിത്. പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിയാത്തതെല്ലാം പാപമാണ്. അപ്പം അതുകൊണ്ട് വിശ്വാസമാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഉണ്ടാവേണ്ട കൃപ എന്ന് പറയുന്നത് വിശ്വാസമാണ്. എന്താണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? ദൈവത്തോട് ഞാൻ പുലർത്തേണ്ടതും എന്നിൽ നിന്ന് ദൈവത്തിലേക്ക് പുറപ്പെടുന്ന ശക്തിയുടെ പേരാണ് വിശ്വാസം. എന്നിൽ നിന്നും ദൈവത്തിലേക്കൊരു ശക്തി പുറപ്പെടുന്നുണ്ട്, അതിൻ്റെ പേരാണ് വിശ്വാസം എന്ന് പറയുന്നത്. കാരണം ഈ വിശ്വാസം വഴിയാണ് രക്തസ്രാവക്കാരി സൗഖ്യം പ്രാപിച്ചത്. രക്തസ്രാവക്കാരി സൗഖ്യം പ്രാപിച്ചു. ക്രിസ്തുവിൽ നിന്ന് കരുണ പുറപ്പെടുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ക്രിസ്തുവിൽ നിന്ന് കരുണ പുറപ്പെടുന്നുണ്ട്. ക്രിസ്തുവിൽ നിന്ന് പുറപ്പെട്ട കരുണ യേശുവിൽ അവസാനിക്കുന്ന കരുണയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കാരണം ക്രിസ്തു എന്ന് പറയുന്നത് ആത്മശരീരമാണെങ്കിൽ യേശു എന്ന് പറയുന്നത് ഭൗതിക ശരീരമാണ്. അപ്പോൾ ക്രിസ്തു എന്ന് പറയുന്ന ആത്മാവിൽ നിന്ന് പുറപ്പെടുന്ന കരുണ യേശു എന്ന് പറയുന്ന ശരീരത്തിൽ അവസാനിക്കുന്നെങ്കിൽ യേശുവിൻ്റെ ശരീരം വിട്ട് കരുണ പുറത്തു വരണമെങ്കിൽ ഞാൻ തൊടേണ്ടതായിട്ടുണ്ട്. ഇവിടെ രക്തസ്രാവക്കാരി തൊട്ടത് എവിടെയാണ്? യേശുവിനെ തൊട്ടിട്ടില്ല, ക്രിസ്തുവിനെ തൊട്ടിട്ടില്ല. രണ്ടിൻ്റെയും പുറമേയുള്ള അവൻ്റെ മേലങ്കിയുടെ വിളുമ്പിൽ അവൾ സ്പർശിച്ചു. അപ്പോൾ അവളുടെ വിശ്വാസത്തിൻ്റെ തലം 3 തലങ്ങളെ ബ്രേക്ക് ചെയ്ത് ക്രിസ്തുവിലെത്തുമ്പോൾ മാത്രമാണ് അവളിലേക്ക് രക്തസ്രാവത്തിന് സൗഖ്യം എന്ന് പറയുന്ന സൗഖ്യം പുറപ്പെട്ടിട്ടുള്ളൂ, ആ ഒരു കരുണ പുറപ്പെട്ടിട്ടുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത ഇത് തുളച്ചിറങ്ങണം. ഇതിന് ഒത്തിരി ആവരണങ്ങൾ ബ്രേക്ക് ചെയ്താലേ ക്രിസ്തു എന്ന് പറയുന്ന ആത്മാവിലേക്ക് ഇതിന് പ്രവേശിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ വിശ്വാസം ക്രിസ്തു എന്ന് പറയുന്ന ആത്മാവിലേക്ക് പ്രവേശിക്കാത്തിടത്തോളം കാലം പ്രിയപ്പെട്ടവരെ നമ്മളിൽ ദൈവത്തിൻ്റെ കരുണ കടന്ന് വരികയില്ല. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തല പ്രവർത്തനം 16:25 പറയുന്നു, അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ വീണു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അർദ്ധരാത്രിയോട് അടുത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അർദ്ധരാത്രിയോട് അടുത്ത് എന്ന് പറയുമ്പോൾ അർദ്ധരാത്രി ആകണമെന്നില്ല, അതിനു മുന്നേയുള്ള സമയമായിട്ട് നമ്മൾ എടുത്താലും മതി. പക്ഷേ അർദ്ധരാത്രിയോടടുത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുക, സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ്, അന്ധകാര ശക്തികൾ ഭൂമിയിൽ വ്യാപരിക്കുന്ന സമയമാണ് അർദ്ധരാത്രി. അപ്പോൾ ഈ 6 മണിക്ക് ഈ സ്പിരിറ്റ് ചാർജ് എടുത്ത് തുടങ്ങും. അന്ധകാര ശക്തികൾ ഭൂമിയിൽ ചാർജ് എടുത്ത് തുടങ്ങുന്ന സമയമാണ് ഈ പകൽ വെളിച്ചം മാറി തുടങ്ങുമ്പോൾ. അതൊരു 6-7 ആകുമ്പോൾ അതിൻ്റെ തന്നെ ലോ റാങ്കിങ് സ്പിരിറ്റാണ് ചാർജ് എടുക്കുന്നത്. ആ സമയത്താണ് നമ്മൾ കുടുംബ പ്രാർത്ഥന ചെല്ലേണ്ടത്. ആ സമയത്ത് നമ്മൾ വെഞ്ചിരിച്ച് തിരി കത്തിച്ച് വെച്ചിട്ട് നമ്മൾ കർത്താവിൻ്റെ മാലാഖ ചൊല്ലി നമ്മുടെ മക്കളെ കൊണ്ട് ചെല്ലിപ്പിക്കുന്ന ഒരു പതിവ് പണ്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്ക് അതിന് സമയമില്ല, താല്പര്യവും ഇല്ല. അങ്ങനെ ചൊല്ലുന്നിടത്ത് ഈ അന്ധകാര ശക്തികൾ ഭവനത്തിലേക്ക് പ്രവേശിക്കത്തില്ല. അതിനുശേഷം വീണ്ടും 8 മണിയോടുകൂടെ ഇതിൻ്റെ റേഞ്ച് മാറും. ഈ സ്പിരിറ്റ് ആദ്യത്തെ റാങ്ക് അല്ല, അതിൻ്റെ അടുത്ത റാങ്കിലേക്ക് സ്പിരിറ്റ് പ്രവേശിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ കുടുംബ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ കുടുംബ പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു ഭക്ഷണം, ഈ ഭക്ഷണം കഴിഞ്ഞുള്ള സമയമാണ് ഈ പറയുന്ന ടൈം, അതായത് അർദ്ധരാത്രിയോടടുത്ത്. അതായത് വീണ്ടും ഈ സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ് അതിൻ്റെ ഹൈ റാങ്കിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള അവസ്ഥയിലേക്ക് ആ സ്പിരിറ്റ് എത്തുന്ന ടൈമാണ് മിഡ് നൈറ്റ് എന്ന് പറയുന്ന ടൈം. ആ സമയത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒന്നിനെയും അവർക്ക് പേടിയുണ്ടാവില്ല, പേടിക്കേണ്ട ആവശ്യവും വരില്ല. അപ്പോൾ ഈ സമയത്താണ്, അർദ്ധരാത്രിയിലാണ് പൗലോസും സീലാസും ഉണർന്നിരുന്ന് ദൈവത്തെ സ്തുതിച്ചത്. ഹല്ലേലൂയ. തടവറ ബ്രേക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ട കൃപ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള താല്പര്യമാണ്. ഈ താല്പര്യത്തെ ദൈവം ആദ്യം മുതലേ നമ്മളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിത് ഉപയോഗിക്കാതെ മണ്ണിൽ കുഴിച്ചിട്ട അവസ്ഥയിൽ നമ്മളിതിനെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ പുറത്തു കൊണ്ടുവരണം പ്രിയപ്പെട്ടവരെ. തടവറ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അർദ്ധരാത്രിയാണ് ഇത് ബ്രേക്ക് ആകത്തുള്ളൂ. അർദ്ധരാത്രിയാണ് നമ്മളാകുന്ന തടവറയ്ക്ക് സാത്താൻ ഒന്നുകൂടെ ബലം കൂട്ടുന്ന ടൈമാണ്. ഞാനും നിങ്ങളും ഏതെങ്കിലും ഒരു പ്രത്യേക പാപത്തിലാണെങ്കിൽ ഈ പാപത്തിൻ്റെ തലത്തിന് വീണ്ടും ആവരണമിട്ട് ആ പാപത്തെ ഒന്നുകൂടെ സാത്താൻ കടുപ്പിക്കുന്ന ടൈമാണ് നൈറ്റ്, രാത്രി സമയങ്ങൾ, രാത്രി കാലങ്ങൾ. ആ പാപത്തെ അവൻ ഒന്നും കൂടെ കടുപ്പിക്കും. അതുകൊണ്ട് തന്നെ രാത്രിയിൽ നിങ്ങൾ ഫോൺ നോക്കി ഇരിക്കരുത്. ഒരു ടൈം കഴിഞ്ഞാൽ അത് മാറ്റിക്കോളണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ദുരിതമാണ്, അതിൽ നിങ്ങൾക്ക് അസുഖങ്ങളുടെ പെരുമഴയായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ അവൻ പിരിമുറുക്കും, നമ്മളെ വരഞ്ഞു മുറുക്കും അവൻ നമ്മളെ. ആ ഒരു പാപത്തിൻ്റെ ഏത് റാങ്കിലേക്ക് പോകാനും പിന്നീട് നമുക്ക് മടിയുണ്ടാവില്ല. അതാദ്യം നമ്മൾ ചെയ്യുന്ന പാപം അതിൻ്റെ ഏറ്റവും ലോസ്റ്റ് പോസ്റ്റ് ഗ്രേഡിലായിരിക്കും നമ്മൾ ചില പാപം ചെയ്യുന്നത്. ചിലപ്പോൾ ഒന്ന് നോക്കി, ചിലപ്പോൾ ഒന്ന് കണ്ടു. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് ഓരോ ദിവസം കഴിയും തോറും അർദ്ധരാത്രിയോടടുത്ത് ഈ സ്പിരിറ്റ് ഇതിനെ വീണ്ടും അതിന് ആവരണം തീർത്തുകൊണ്ടിരിക്കും, അരൂപി. ഈ ആവരണമാണ് ഈ പാപം തന്നെ അതിൻ്റെ ഏറ്റവും മുന്നിലുള്ള ഏറ്റവും പരമോന്നതമായിട്ടുള്ള അവസ്ഥയിലേക്ക് അത് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന തരത്തിൽ ഈ പാപത്തെ നമ്മളിൽ വളർത്താൻ സാത്താൻ അറിയാം.
അതുകൊണ്ടാണ് രാത്രിയിലുള്ള സ്തുതിപ്പും രാത്രിയിലുള്ള ആരാധനകളും രാത്രിയിലുള്ള പ്രാർത്ഥനകൾക്കും നമ്മുടെ ആത്മാവിന് ബലം തരാനുള്ള, കൃപ വർദ്ധിക്കാനുള്ള അഭിഷേകമുണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അർദ്ധരാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരാൻ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കരുണ ഇറങ്ങി വരാൻ നമ്മൾ പ്രാർത്ഥിക്കണം. മാലാഖമാരുടെ ഗണങ്ങൾ നമുക്ക് കാവലായിരിക്കണമെങ്കിൽ അർദ്ധരാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്കാണ് ദൈവത്തിൻ്റെ മാലാഖമാരുടെ സംരക്ഷണം അതിൻ്റെ ഏറ്റവും നല്ല രീതിയിലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മാലാഖമാർ നമ്മൾക്ക് ഉപയോഗിക്കാൻ, നമ്മൾക്ക് ചേർത്ത് പിടിക്കാൻ, നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മുടെ ആത്മാവിന് ബലം തരുന്ന, ആത്മസ്ഥിതിയിൽ ഉണർവ് തരുന്ന മാലാഖമാരുടെ ഗണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല അവസ്ഥയും നമ്മുടെ കൂടെ ആയിരിക്കുന്ന ടൈമാണ്. ഏതിനെങ്കിലും നമ്മൾ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ഒന്ന് ഉപവാസം, അതായത് ഭക്ഷണത്തെ ഉപേക്ഷിച്ചും, രണ്ട് ഉറക്കത്തെ ഉപേക്ഷിച്ചും, ഇതിലേതെങ്കിലും ഒരു അവസ്ഥ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അനുദിനം ഒരു നേരമെങ്കിലും ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് കൃപ എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ പ്രവേശിക്കുകയുള്ളൂ. കൃപ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ കൃപ, അർദ്ധരാത്രിയുടെ കൃപയുണ്ട്, ഒരുക്കി വെച്ചിരിക്കുന്ന കൃപയുടെ ടൈം അനുസരിച്ച് ആ കൃപയുടെ റാങ്കും വ്യത്യാസമുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് എന്നും ഒരു പ്രാർത്ഥനക്കാരനായിട്ട്, പ്രാർത്ഥനക്കാരിയായിട്ട് ജീവിക്കാൻ പറ്റും. ഇത് തന്നെ നമുക്ക് കൃപയിൽ, അഭിഷേകത്തിൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രവാചകനായിട്ട് പ്രവാചക ദൗത്യം സ്വീകരിച്ച് ജീവിക്കാനും നമുക്ക് പറ്റും. രണ്ടും വരുന്നത് പ്രാർത്ഥനയിൽ നിന്നും ആരാധനയിൽ നിന്നുമാണ്. പക്ഷേ ഞാൻ ഏത് സമയത്ത് ദൈവത്തിന് വില കൊടുക്കുന്നുവോ, എന്ത് വില നൽകിക്കൊണ്ട് ദൈവത്തിന് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നുവോ, അതനുസരിച്ചാണ് എന്നിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്ന് വരികയുള്ളൂ. അതല്ലെങ്കിൽ എന്നിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഒരിക്കലും കടന്നു വരില്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് ലസ്റ്റാണ്. വ്യഭിചാര ദുർഭൂതമാണ് ഈ കാലഘട്ടത്തിൻ്റെ സ്പിരിറ്റ്. വിളിക്കപ്പെട്ടവരും ഏത് വിളിയിലേക്ക് പ്രവേശിച്ചോ ആ വിളിയിലായിരിക്കുന്നവരും, അതായത് നമ്മൾ ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണെങ്കിലും, ദാമ്പത്യ ജീവിതമാണെങ്കിലും, ഏകസ ജീവിതമാണെങ്കിലും, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഈ ലസ്റ്റിൻ്റെ സ്പിരിറ്റിന് മുഖനോട്ടമില്ല, അതിന് രംഗബോധമില്ലാത്ത കോമാളി കണക്കെ അതിങ്ങനെ കയറി വരും. അത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ യൂത്തിനെ തളച്ചിട്ടിരിക്കുന്ന ഒരു സ്പിരിറ്റാണ്. യൂത്തിലേക്ക് ഏറ്റവും കൂടുതൽ കടന്നു വന്നൊരു സ്പിരിറ്റാണ്. ഇന്നലെ ഒരു സഹോദരി എന്നെ വിളിച്ചു, ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പോൾ ഇവൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ബ്രദർ, അപ്പോൾ ഞാനവിടെ വരുന്ന മാസങ്ങളിൽ ഞാനവിടെ പോകാൻ വേണ്ടിയിരിക്കുക. അപ്പോൾ അവിടെ ഒരു മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഇവിടെ കംപ്ലീറ്റ് അവിഹിതത്തിൻ്റെ സ്പിരിറ്റാണ്, ലസ്റ്റിൻ്റെ സ്പിരിറ്റാണ്. ഈ ദിവസങ്ങളിൽ ഇവിടെ ഡിഗ്രിക്ക് പഠിക്കാമെന്നൊരു സ്റ്റുഡൻറ്റ് അബോർട്ട് ചെയ്തു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അവൾ താമസിക്കുന്നത്. അബോർട്ട് ചെയ്തു. അപ്പോൾ ഇവൾ അബോർട്ട് ചെയ്തിട്ട് അവൾക്ക് അതിനെക്കുറിച്ചൊരു കുറ്റബോധമില്ല. ഞാൻ നേഴ്സായതുകൊണ്ട്, എൻ്റെ ഹോസ്പിറ്റലിലാണ് ഇവൾ വന്നതുകൊണ്ട് ഞാനിത് അറിഞ്ഞു. അവൾ പറയാം, അല്ലെങ്കിൽ ഞാനിതറിയത്തില്ല. മലയാളിയാണ്, സ്ഥലം ഇതിന് പരിസരത്തൊക്കെ തന്നെയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ആലോചിച്ച് നോക്കി, നമ്മുടെ മക്കൾ വിശ്വസിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരും UK യിലും US ലും കാനഡയിലും എല്ലായിടത്തും നമ്മൾ പറഞ്ഞയക്കുമ്പോൾ ഈ മക്കൾ പഠിക്കുന്നത് നമ്മൾ പഠിപ്പിക്കാത്തതും ദൈവം പഠിപ്പിക്കാത്തതുമായിട്ടുള്ള പല പാഠങ്ങളും മക്കൾ പഠിച്ചതിൽ ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രിയും നേടിയാണ് അവർ തിരിച്ചു വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്പിരിറ്റ് ഓഫ് ലാസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിന് മുഖനോട്ടമില്ല. നിങ്ങളുടെ കുടുംബമഹിമ അതിന് വിഷയമല്ല, നിങ്ങളുടെ പ്രാർത്ഥന അതിന് വിഷയമല്ല, മറിച്ച് നിങ്ങളുടെ ആത്മസ്ഥിതി നോക്കിയാണ് അത് നിങ്ങളിൽ ചാർജ് എടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മസ്ഥിതി നോക്കിയാണ് ഈ സ്പിരിറ്റ് നിങ്ങളിൽ ചാർജ് എടുക്കുന്നത്. ആത്മസ്ഥിതി നോക്കിയിട്ട്, നിങ്ങളുടെ ആത്മസ്ഥിതി നോക്കിയാണ് ഏത് അരൂപികളും നിങ്ങളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. നിങ്ങളുടെ ആത്മസ്ഥിതിയിൽ നിങ്ങൾ ദൈവത്തോളം, ദൈവത്തിൻ്റെ വിശ്വാസത്തോളം നിങ്ങൾ ഉയർന്നു നിൽക്കുകയാണെങ്കിൽ ഒരരൂപിക്കും നിങ്ങളുടെ മേൽ ചാർജ് എടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് നിങ്ങൾ ഓരോ നിയോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കാരാണെങ്കിൽ ആത്മസ്ഥിതി നിങ്ങളിൽ വളരെ ലോ ലെവലിലേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നേരെ മറിച്ച് എൻ്റെ ആത്മാവിൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന തലത്തിലാണ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആത്മസ്ഥിതിയിൽ ഈ സാത്താന് കടന്നു വരാനായിട്ട് പറ്റില്ല. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവജനമേ, വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി.
കാരാഗ്രഹം ഞാൻ പറഞ്ഞു അടച്ചു പൂട്ടപ്പെട്ടതാണെങ്കിൽ അതിനൊരു തായ്വേര്, ഒരടിത്തറയുണ്ട് പ്രിയപ്പെട്ടവരെ. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ഉണർന്നിരുന്നുള്ള സ്തുതിപ്പിനെ പറ്റുള്ളൂ. ഈ അടിത്തറയെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഉണർന്നിരുന്നുള്ള ദൈവസ്തുതിപ്പിന് മാത്രമേ ചില അടിത്തറകളെ നമ്മളിൽ നിന്ന് പുറത്താക്കാനായിട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്തതിനൊന്നും നമ്മളിൽ നിന്ന് ഈ സ്പിരിറ്റിനെ പുറത്താക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മളതിനെ ഇങ്ങനെ താലോലിച്ച് വളർത്തുന്നുണ്ട്, അതിന് നമ്മൾ ചെലവിന് കൊടുക്കുന്നുണ്ട്. ഇതിനെ നമ്മളിപ്പോഴും ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ചില അരൂപികളാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ തീറ്റിപ്പോറ്റുന്ന ചില അരൂപികൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഈശോ പറയുന്നു, ഉണർന്നിരുന്ന് സ്തുതിക്കണം. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, മക്കളിൽ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ, നിങ്ങളുടെ സമാധാനത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, ഏതവസ്ഥകളിലായിക്കൊള്ളട്ടെ, പ്രവർത്തിക്കുന്ന സ്പിരിറ്റുകളെ പുറത്താക്കാൻ അർദ്ധരാത്രിയിൽ ഉണർന്നിരുന്ന് സ്തുതിക്കണം. അർദ്ധരാത്രിയിൽ ഉണർന്നിരുന്ന് സ്തുതിക്കുന്ന വ്യക്തിയുടെ മേൽ, കുടുംബത്തിന് മേൽ സാത്താൻ കടന്ന് വരില്ല. സാത്താൻ കടന്ന് വരില്ല പ്രിയപ്പെട്ടവരെ. കാരണം ഈ കുലുക്കം എന്ന് പറയുന്നത് ചെറിയൊരു കുലുക്കമല്ല, വലിയൊരു കുലുക്കമാണ്. ഭൂമി കുലുങ്ങി എന്ന് പറഞ്ഞാൽ ഞാനായിരിക്കുന്ന അവസ്ഥ കുലുങ്ങി എന്നുള്ളതാണ്. ഞാനായിരിക്കുന്ന അവസ്ഥ, അതായത് സാത്താൻ നിങ്ങളിട്ടിരിക്കുന്ന ചില ബോണ്ടേജസ് ഉണ്ട്. തലമുറ വഴി കിട്ടിയ ചില വിഹിതം, പാപത്തിൻ്റെ വിഹിതം, തലമുറ വഴി കിട്ടിയ ചില ശാപത്തിൻ്റെ വിഹിതം, തലമുറ വഴി കിട്ടിയ ചില ദുർമരണത്തിൻ്റെ വിഹിതം. എല്ലാവരും ഒരേ കാരണം കൊണ്ട് മരിക്കൽ, അപ്പം ചെയ്ത അതേ പാപം തന്നെ മക്കൾ ചെയ്യൽ, ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു പാപം തലമുറയിലുണ്ടായിരുന്നു. അടുത്ത തലമുറ എത്തിയപ്പോഴും ഇത് ക്ഷമിക്കാതെ ഇതിങ്ങനെ അതിനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ചില പാപത്തിൻ്റെ കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം അടിത്തറകളാണ്. നിന്നെ പാപത്തിലേക്ക് നയിക്കാൻ സാത്താൻ നിന്നിലിട്ടിരിക്കുന്ന അടിത്തറകളെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ദൈവസ്തുതിപ്പിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ദൈവസ്തുതിപ്പിനല്ലാതെ മറ്റൊന്നിനും അടിത്തറ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ദൈവസ്തുതിപ്പ് നിങ്ങൾ അറിയണം, ദൈവസ്തുതിപ്പിൻ്റെ ടൈമുണ്ട്. 3 മണിക്ക് എഴുന്നേറ്റ് നിങ്ങൾ സ്തുതിക്കുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ കരുണ നിങ്ങളിൽ ചൊരിയപ്പെടും. 3 മുതൽ 4 മണി വരെയുള്ള സമയത്ത്, 4 മുതൽ നിങ്ങളൊരു 6 മണി വരെയുള്ള സമയത്ത് നിങ്ങൾ സ്തുതിക്കുമ്പോൾ അവിടെ നിങ്ങളിൽ കൃപ വർദ്ധിക്കും. രാത്രി 12 മുതൽ 3 മണി വരെയുള്ള സമയത്താണ് നിങ്ങൾ സ്തുതിക്കുന്നതെങ്കിൽ അന്ധകാര ശക്തികളുടെ മേൽ നിങ്ങൾക്ക് അധികാരം ലഭിക്കും. ഓരോ സ്തുതിപ്പിന് സമയമനുസരിച്ച് വ്യത്യാസമുണ്ട്. ഓരോ സ്തുതിപ്പിന് നിങ്ങൾക്ക് ലഭിക്കുന്ന കൃപകൾ സമയമനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ സ്തുതിക്കണം എന്നുള്ളത് ഇതനുസരിച്ചാണ് നിങ്ങൾ സ്തുതിക്കേണ്ടത്. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ കരുണയാണോ ആവശ്യം? എൻ്റെ പാപം മൂലം ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്താനുള്ള യോഗ്യത നഷ്ടപ്പെടുത്തി ഞാൻ ജീവിക്കുകയാണോ? അവിടെ ദൈവത്തിൻ്റെ കരുണ ഇറങ്ങണമെങ്കിൽ 3 മണിയാണ് നിൻ്റെ സമയം. നീ കരുണ നേടി കർത്താവിൽ നിന്ന് പ്രാർത്ഥന പഠിച്ച്, പ്രാർത്ഥന അഭ്യസിച്ച് കൃപയിൽ വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിൻ്റെ സ്തുതിപ്പിൻ്റെ സമയം 4 മുതൽ 6 വരെയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, നിനക്ക് ചില പാപങ്ങൾ വെറുത്തുപേക്ഷിക്കാൻ പറ്റില്ല, ചില ശീലങ്ങൾ വെറുത്തുപേക്ഷിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ അറിഞ്ഞോ, നിങ്ങൾ ചെയ്യുന്ന പല പാപങ്ങളും നിങ്ങളുടെ വിചാരം മറ്റാരും അറിഞ്ഞിട്ടില്ലെന്നാ. പ്രിയമുള്ളവരെ, സകലതും ദൈവത്തിൻ്റെ മുമ്പിൽ അനാവൃതമാണ്. അവനെല്ലാം അറിയാം, അവനെല്ലാം കാണാം. അവൻ്റെ ആത്മാവുള്ളവർക്കും സകലതും കാണാം. ഹല്ലേലൂയ. അവൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്നവർക്കും സകലതും കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് അല്ല, നിങ്ങൾ സംരക്ഷിക്കപ്പെട്ട് നടക്കുകയല്ല. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പാപം മറ്റാരും അറിയുന്നില്ലെന്നാ. പലരും അറിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, പലരെയും ദൈവം അറിയിക്കുന്നുണ്ട് നിങ്ങളുടെ പാപങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ഈ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല, അതൊരു അരൂപിയാണെങ്കിൽ നിങ്ങൾ സ്തുതിക്കേണ്ട സമയം രാത്രി 12 മുതലുള്ള സമയത്താണ്. അവിടെ നിങ്ങളിലുള്ള ഏത് കെട്ടും പൊട്ടും. നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഡ്രഗ് അഡിക്ഷൻ പൊട്ടും. നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത വ്യഭിചാരത്തിൻ്റെ സെക്ഷൽ സ്പിരിറ്റ്, ലസ്റ്റ് പൊട്ടും. ഏത് സ്പിരിറ്റും പൊട്ടണമോ രാത്രി 12 മുതലുള്ള സമയത്ത് നീ ഉണർന്നിരുന്ന് സ്തുതിച്ചാൽ മതി. അതിനുശേഷം നീ കിടക്കുക. അതിനുശേഷം ആ സമയത്ത് ഉണർന്നിരുന്ന് സ്തുതിക്കണം പ്രിയപ്പെട്ടവരെ. കുടുംബ പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയും മുടക്കിക്കൊണ്ട് ഇത് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. കുടുംബ പ്രാർത്ഥന മുടക്കുന്ന വ്യക്തിക്കും പരിശുദ്ധ കുർബാന മുടക്കുന്ന വ്യക്തിക്കും ഈ പ്രാർത്ഥനാ രീതി യോജിച്ചതല്ല. അതുകൊണ്ട് അതില്ലാത്തവരാണെങ്കിൽ നിങ്ങളിത് ചെയ്യേണ്ട. അസുഖങ്ങൾ മാറിയിട്ട് നേരം ഉണ്ടാവില്ല. കുടുംബ പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയും കൃത്യമാണെങ്കിൽ ആ വ്യക്തികൾ മാത്രമേ ഞാൻ ഈ പറഞ്ഞ പ്രാർത്ഥന ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഇത് മാത്രമല്ല ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നത്. അവൻ നോക്കുന്ന കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതെല്ലാം പ്രോപ്പർ വേയിലായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ.
കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗൃഹവാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ട് തടവുകാരെല്ലാം രക്ഷപ്പെട്ടുവെന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യക്കൊരുങ്ങി. പ്രിയപ്പെട്ട ദൈവജനമേ, കാരാഗൃഹത്തിന് സതാൻ നമ്മളെ ഒരു ഇരുട്ടറയിലാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കാരാഗൃഹത്തിനൊരു കാവലുണ്ട്. അതായത് നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന വ്യക്തി ആ കാരാഗൃഹത്തിൻ്റെ കാവൽക്കാരനാണ്. നമ്മളെക്കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന സാഹചര്യം ഈ പറയുന്ന പോലെ ഗാഡാണ്, നിന്നിലുള്ള പാപത്തിൻ്റെ ഗാഡാണത്. അത് നിന്നെ ഈ പാപത്തിൽ തന്നെ നിലനിൽക്കാൻ അനുവദിക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. ഇതാണ് ഈ കാവൽക്കാരൻ എന്ന് പറയുന്ന അവസ്ഥ. നമ്മളിലൊരു പാപമുണ്ടെങ്കിൽ ഈ പാപത്തിന് സ്പിരിറ്റ്, ഈവിൾ സ്പിരിറ്റ്, ആ സ്പിരിറ്റ് എന്താ പറയുക, ഒരു ദൂതനെ അയക്കും പ്രിയപ്പെട്ടവരെ. അതാണ് നമ്മൾ പറയലേ, സാത്താനും അവൻ്റെ ദൂതന്മാരും എന്നുള്ളതാണ്. പുറത്താക്കപ്പെട്ട മാലാഖയും അവൻ്റെ ദൂതന്മാരും. ഏത് പാപം നിങ്ങൾ പർപ്പസ്ഫുള്ളി നിങ്ങൾ ചെയ്യുന്നുവോ അത് ചെയ്യിപ്പിക്കുന്നത് ലൂസിഫറാണ്, ദ ഹൈ റാങ്കിങ് സ്പിരിറ്റ്. വീണ്ടും നിങ്ങളെക്കൊണ്ട് അതിൻ്റെ ലോ റാങ്കിങ് സ്പിരിറ്റിലേക്ക്, അതല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങളെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നതും നിങ്ങളാ പാപത്തിലേക്ക് നയിക്കുന്നതും അവൻ്റെ ദൂതന്മാരാണ്, ഒരിക്കലും ഹൈ റാങ്കിങ് സ്പിരിറ്റ് അല്ല. ഹൈ റാങ്കിങ് സ്പിരിറ്റ് ഒരിക്കലും നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പ്രലോഭനത്തിലേക്ക് നയിക്കത്തില്ല. പ്രലോഭനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് അവൻ്റെ ദൂതഗണങ്ങളാണ്. അവൻ്റെ ദൂതന്മാർ നിങ്ങളെ സാഹചര്യം തന്ന് നിങ്ങളെ വളർത്തും. എന്തിൽ? പാപത്തിൽ വളർത്തും. ഹല്ലേലൂയ. പാപത്തിൽ നിങ്ങൾ വളർത്തി നിങ്ങളെ കൊണ്ട് പാപം ചെയ്യിക്കുമ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന ഹൈ റാങ്കിങ് സ്പിരിറ്റിൻ്റെ ആധിപത്യത്തിൽ നിങ്ങളാകുള്ളൂ. അതുവരെ നിങ്ങളിങ്ങനെ പറയും, ഞാനിങ്ങനെ ടെംപ്റ്റഡ് ആണ്, എനിക്കിങ്ങനെ ഒരു പ്രലോഭനമുണ്ട്, ഡ്രഗ്സ് എടുക്കാൻ, വെള്ളമടിക്കാൻ, വ്യഭിചാരം ചെയ്യാൻ, രണ്ട് ചീത്ത വിളിക്കാൻ, മറ്റുള്ളവരുടെ കലഹം ഉണ്ടാക്കാൻ, അടിപിടി കൂടാൻ, നമുക്കൊരു ടെംപ്റ്റേഷൻ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറയുന്നൊരവസ്ഥ നമ്മളിലുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് നമ്മളെക്കൊണ്ട് ചെയ്യിക്കുന്നത് ഒരിക്കലും ഈവിളല്ല, ഈവിൾ സ്പിരിറ്റ്സാണ്. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ സ്തുതിപ്പേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എന്നിലൊരു പാപമുണ്ട്. ഇപ്പം ഞാൻ വെള്ളം ഒടിക്കുന്നവനാണ്, 1-ാം പ്രമാണം ലംഘിച്ച് ജീവിക്കുന്നവനാണ്. ഈ പാപത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാവൽക്കാരൻ സാധാ നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സാഹചര്യം. നമ്മളെക്കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന വ്യക്തി, നമ്മളെക്കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന സാഹചര്യം, ഇതാണ് നിന്നിലുള്ള അരൂപിയുടെ കാവൽക്കാരൻ. ഈ കാവൽക്കാരൻ നമ്മൾ ചെയ്യുന്ന ഏതൊരു പാപത്തിനും ഇത്തരത്തിലൊരു കാവൽക്കാരനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അത്ഭുത പ്രവർത്തന വരം, വചന പ്രഘോഷണ വരം, പ്രാർത്ഥനാ വരം, മറ്റുള്ളവരെ ദൈവ നന്മയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള വരം, ഇങ്ങനെ ഓരോ വരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനും ദൈവത്തിൻ്റെ മാലാഖമാരുടെ പ്രൊട്ടക്ഷൻ, അതിനും സ്വർഗവും നിങ്ങൾക്ക് തരുന്നുണ്ട്. എന്തെല്ലാം സ്വർഗം നിങ്ങൾക്ക് തരുന്നുണ്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ സാത്താനും തിന്മയിലേക്ക് നയിക്കാനുള്ള എല്ലാം അവനും നിങ്ങൾക്ക് തരും. രണ്ട് വശത്തുനിന്നും ഈക്വലായിട്ടാണ് കാര്യങ്ങൾ വരുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ വിവേകം കാണിക്കണേ, എല്ലാത്തിലും വിവേകം കാണിക്കണം. എടുത്തുചാട്ടം പ്രാർത്ഥനയിൽ ഉണ്ടാവരുത്. കർത്താവിലേക്ക് അടുക്കുന്നത് ഒറ്റയടിക്കല്ല അടുക്കേണ്ടത്, അതുപോലെ തന്നെ വീഴുകയും ചെയ്യും. കർത്താവിലേക്ക് അടുക്കേണ്ടത് സ്ലോലി ആയിരിക്കണം. എൻ്റെ പാപങ്ങളെല്ലാം ഞാൻ ഇന്ന് ഉപേക്ഷിക്കുകയാണ്, നാളെ മുതൽ ഞാൻ ആരാധിക്കും എന്ന് പറയുന്നവരാരും ദൈവത്തെ ആരാധിച്ചിട്ടില്ല, പാപം ഉപേക്ഷിച്ചിട്ടുമില്ല. കാരണം നിന്നിലേക്ക് പാപം കടന്നു വരുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല, അത് ഓരോ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ എടുത്തിട്ടാണ് പാപം അതിൻ്റെ ടോപ്പ് റാങ്കിലേക്ക് നിന്നിലെത്തുന്നതെങ്കിൽ ഇതിനെ ഇറക്കി വിടാനും നിനക്ക് സമയമെടുക്കും. എത്രത്തോളം പാപാവസ്ഥ നിന്നിലുണ്ടോ, എതിർവശത്ത് പ്രാർത്ഥന കൂട്ടുന്നതനുസരിച്ചാണ് പാപത്തിൻ്റെ ആ ഒരു ഡൈലൂട്ടായി അത് കംപ്ലീറ്റ് വറ്റിപ്പോകത്തുള്ളൂ. ഒറ്റയടിക്ക് ഉപേക്ഷിക്കുന്നതൊന്നും ഉപേക്ഷിക്കലല്ല, എടുത്തുചാട്ടമാണ്. പ്രാർത്ഥന കൂട്ടിയല്ലാതെ പാപം ഉപേക്ഷിക്കപ്പെടുന്നില്ല. പാപം ഉപേക്ഷിക്കുന്നു എന്നുള്ള തീരുമാനമെടുക്കുന്നത് മാനുഷികതയാണ്, പ്രാർത്ഥിക്കുന്നത് ദൈവികതയാണ്. അപ്പോൾ പ്രാർത്ഥനയില്ലാതെ ഞാൻ പാപത്തെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മാനുഷികതയിലെടുക്കുന്ന ഡിസിഷൻസിലൊന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കില്ല. ഒരു തീരുമാനവും നിങ്ങളുടെ ബുദ്ധിയിലോ നിങ്ങളുടെ ബലത്തിലോ എടുക്കരുത്, നിലനിൽക്കില്ല, വിജയിക്കില്ല. ഹല്ലേലൂയ. അതാണ് പറയുന്നത്, കർത്താവ് ഭവനം പണിയണം. കർത്താവ് പണിയാത്ത ഭവനമൊന്നും പണി പൂർത്തിയാക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് പാവാവസ്ഥയാണോ നിങ്ങളിലുള്ളത്, വിഷമിക്കരുത്. അതിൽ നിങ്ങൾ
ആയിരുന്നു കൊണ്ട് തന്നെ, പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഞാൻ പറയുന്നത്, ഉപേക്ഷിക്കാൻ പറ്റാത്ത ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ എതിർവശത്ത് പ്രാർത്ഥിക്കാനും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇത് ഓട്ടോമാറ്റിക്കലി ഇറങ്ങിപ്പോയിക്കോളും. കളകളും ഒപ്പം വളരട്ടെ എന്നാണ് ക്രിസ്തു പറഞ്ഞത് കൃഷിക്കാരോട്. കളകളും ഒപ്പം വളരട്ടെ. കളകൾ പറിച്ചു മാറ്റത്തെ എന്ന് ചോദിച്ചപ്പോൾ ദൈവം അനുവദിക്കുന്നില്ല. ഒപ്പം വളരട്ടെ, ഒപ്പം വളരട്ടെ. നല്ല വിളവ് ദൈവം തരും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കൂട്ടിയാൽ മതി. പാപത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥനയോട് കൂടെ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. പ്രാർത്ഥനയില്ലാതെ പാപത്തെ ഉപേക്ഷിച്ച് ആരും അതിൽ നിലനിന്നിട്ടില്ല, നിലനിൽക്കാൻ സാധിക്കത്തുമില്ല. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഇവിടെ കാവൽക്കാരൻ, ഇതാണ് കാവൽക്കാരൻ. അവരെല്ലാം പുറത്ത് കടന്നു എന്ന് കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് വാളൂരി ആത്മഹത്യക്ക് ഒരുങ്ങി. പ്രിയപ്പെട്ടവരെ, വാളൂരുക, വാള് ദൈവവചനത്തിൻ്റെ വാളാണ്. ദൈവവചനത്തിൻ്റെ വാളാണ്. പൗലോസ്ലീഹ ക്രിസ്തുവിനെ ബന്ധിക്കാൻ വന്ന ഭൃത്യൻ്റെ ചെവി ഛേദിക്കുമ്പോൾ ക്രിസ്തു പറയുന്നുണ്ട്, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ തന്നെ നശിക്കുമെന്നാണ്. പ്രിയമുള്ള ദൈവജനമേ, വാൾ എടുക്കുന്നവൻ, ഞാൻ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന അഭിഷേകത്തിന് പല തലങ്ങളുണ്ട്. ശുശ്രൂഷ വിളികളിൽ പല തലങ്ങളുണ്ട്. പ്രാർത്ഥിക്കുന്നവരിൽ പല തലങ്ങളുണ്ട്. അതിലൊന്നു മാത്രമാണ് ദൈവവചനം എന്ന് പറയുന്നത്. അതിലൊന്നാണ് ദൈവവചനം. മറ്റൊന്ന് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതോ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതോ, മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതോ, ഇതിലൊന്നിലും വചനം കാണുന്നില്ല, പക്ഷേ ദൈവികത കാണുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു നന്മ അതിനകത്ത് മറഞ്ഞിരിക്കുന്നുണ്ട്. അതിനെയും നിന്നിൽ നിന്നും ദൈവം പ്രാർത്ഥനയായിട്ട് സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ ചില വാള്, നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൻ്റെ വാള് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന സാത്താൻ തന്നിരിക്കുന്ന ചില കെട്ടുകളുണ്ട്. എത്രത്തോളം വചനം വായിക്കാൻ ദൈവം നിങ്ങൾക്ക് പ്രേരണ തരുന്നുവോ അതിനെതിർവശത്ത് സാത്താൻ നിങ്ങൾക്ക് തരുന്ന വാളാണ് പല വിചാരത്തിൻ്റെ അരൂപിയും അശ്രദ്ധയുടെ അരൂപിയും. പ്രിയമുള്ളവരെ, വചനം വായിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളിലും അവരുടെ തീഷ്ണത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകുന്നത് അവർ പറയും, പല വിചാരമാണ് ബ്രദറെ എന്ന് പറയാറുണ്ട്. ആ പല വിചാരമാണ് എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രാർത്ഥിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളതും തിരഞ്ഞെടുക്കപ്പെട്ടതും. കാരണം അവന് യോഗ്യതയുണ്ടെന്ന് സാത്താൻ അറിയാവുന്നത് കൊണ്ട് തന്നെ പല വിചാരത്തിൻ്റെ അരൂപിയെ അവനിൽ സാത്താൻ നിക്ഷേപിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളിലെല്ലാം ചില പല വിചാരം, പരിശുദ്ധ ബലി സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളൊന്ന് ആലോചിച്ചേ, നമ്മൾക്ക് ആ ബലിയിൽ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ബലി അർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അപ്പോഴും നമ്മൾ പറയും, പല വിചാരം, എൻ്റെ മൈൻഡ് ഇങ്ങനെ ട്രാവൽ ചെയ്യുകയായിരുന്നു എന്ന് നമ്മൾ പറയും. പ്രിയമുള്ളവർ, ഈ പല വിചാരം എന്ന് പറയുന്നത് എന്താ? പല വിചാരം എന്ന് പറയുന്നത് സാത്താൻ കൊണ്ടുതരുന്ന നിൻ്റെ മനസ്സ് എവിടെയെല്ലാം കെട്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രാർത്ഥനയിൽ നിനക്ക് ബോധ്യപ്പെടുത്തി തരലാണത്. അപ്പോൾ നീ ആ പല വിചാരം വരുമ്പോൾ അതിനെ നീ എഴുതി വെക്കണം. വചനം വായിക്കുമ്പോൾ നിനക്ക് ഒരു പേപ്പറും ഒരു പെന്നും നിൻ്റെ അടുത്തുണ്ടാവണം. വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് പല വിചാരം വരുമ്പോൾ ആദ്യം വന്ന വിചാരം എന്താണോ, യു ഹാവ് ടു റൈറ്റ് ഇറ്റ്. നീ അത് അപ്പം തന്നെ എഴുതണം. രണ്ടാമത് വന്നതും മൂന്നാമത് വന്നതും എല്ലാം നീ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാകും, ഇവിടെയെല്ലാം എനിക്ക് വീഴ്ചകളുണ്ട്, ഇവിടെയെല്ലാം ഏതോ ഒരു തെറ്റിലൂടെ ഞാൻ വരുത്തിയിട്ടുള്ള വീഴ്ചകളിലൂടെ ഈ അരൂപി എൻ്റെ ഈ തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വചനത്തിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വശം കൂടെ പല വിചാരം എന്ന് പറയുന്ന അരൂപി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കർത്താവ് നിനക്ക് ബോധ്യവും തരുന്നുണ്ട്. പല വിചാരം വന്നു എന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്? പ്രാർത്ഥന ഉപേക്ഷിക്കും, ബൈബിൾ മാറ്റും, പല വിചാരവുമായിട്ട് പിന്നെ നമ്മൾ ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബ് നോക്കുമ്പോൾ നിങ്ങൾക്ക് പല വിചാരം ഇല്ലാത്തത്? നിങ്ങളൊരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് പല വിചാരമില്ല. നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പല വിചാരമില്ല. നിങ്ങൾ മറ്റൊരാളോട് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് പല വിചാരമില്ല. സങ്കടപ്പെട്ട് നിങ്ങൾ കരയുമ്പോൾ നിങ്ങൾക്ക് പല വിചാരമില്ല. സന്തോഷ തിമിർപ്പിൽ പല വിചാരമില്ല. എന്തുകൊണ്ടാണ്? ഇവിടെയെല്ലാം നിൻ്റെ ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല. അത് ഫ്രോസൺ ആണ്, ഫ്രീസ് ചെയ്ത് നിർത്തപ്പെട്ട ഒരവസ്ഥയാണ്. അവിടെ ഒന്നും സാധാരണ നിനക്ക് പല വിചാരം തരുന്നില്ല. പല വിചാരം തരുന്നത് എപ്പോഴാണ്? ആർക്കാണ്? ചില വ്യക്തികൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്ന് വചനം വായിക്കുന്നവരെ എനിക്കറിയാം. അവർ പറയുന്നുണ്ട് വചനം വായിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവർക്ക് അതിനുള്ള യോഗ്യതയില്ല എന്ന് ഞാൻ പറയും. കാരണം അവർക്കത് വായിക്കാൻ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവർക്ക് യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ്. അവർക്ക് വായിക്കാൻ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ലെങ്കിലാണ് അവർക്ക് യോഗ്യത. കാരണം
കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അവരിലുള്ള യോഗ്യത അവർക്കറിയില്ല, സാത്താൻ അറിയാവുന്നത് കൊണ്ട് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്പിരിറ്റ് എതിർവശത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നെക്കൊണ്ട് ദൈവം ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത്. ഹല്ലേലൂയ. നിങ്ങളൊരു പുതിയ ഉദ്യമത്തിലേക്ക് പ്രവേശിക്കുകയാണ്, തടസ്സമൊന്നുമില്ല. നിങ്ങൾ ആ ഉദ്യമത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്യമം വിജയിക്കില്ല. ചില ഉദ്യമങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്, കാലെടുത്ത് വെക്കുമ്പോൾ തുടങ്ങുന്ന തടസ്സം അവസാനം വരെ തടസ്സം മാത്രമാണെങ്കിൽ ഓർത്തോ, അതിൽ നിങ്ങൾക്ക് വിജയമുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ എവിടേക്ക് എത്തും അത് നിങ്ങൾക്കറിയത്തില്ല, സാത്താൻ അറിയാവുന്നതുകൊണ്ട് അതിനെ അവൻ തടസ്സപ്പെടുത്തും. നമ്മൾ വിചാരിക്കും, 3 തടസ്സം വന്നു, ഇനിയിപ്പോൾ ചെയ്യണ്ട, തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാത്താനും ആഗ്രഹിക്കുന്നുണ്ട് അത് ചെയ്യാതിരിക്കാൻ. അതുകൊണ്ട് അവൻ തടസ്സപ്പെടുത്തും. ദൈവം ആഗ്രഹിക്കുന്നത് നീ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോ, അതിനെല്ലാത്തിലും തടസ്സങ്ങളുണ്ട്. തടസ്സം വന്നു, വചനം വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വചനം മാറ്റിവെക്കുകയല്ല വേണ്ടത്, തടസ്സങ്ങളെ നോട്ട് ചെയ്ത് അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റണം. വീണ്ടും അടുത്ത ദിവസം ഇരിക്കുമ്പോൾ ഇതേ പെന്നും ഇതേ പേപ്പറും ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ദിവസവും സെയിം സ്പിരിറ്റ് തന്നെയാണോ, അതല്ലെങ്കിൽ അതിൻ്റെ എണ്ണം കുറഞ്ഞോ? നിങ്ങളെ തന്നെ എക്സാമിൻ ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാതെ നിങ്ങൾ പല വിചാരം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ബൈബിള് മാറ്റി വയ്ക്കല്ലേ, അരൂപിയുടെ പ്രവർത്തനമാണ്. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിന് ചെല്ലുമ്പോൾ തെറ്റായ തോട്ട്സ്, സെക്ഷൽ തോട്ട്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് എഴുതി വെക്കണം. ഏത് തോട്ട്സ്, എന്ത് കാരണം കൊണ്ടുള്ള തോട്ട്സ്, എപ്പോൾ വന്ന്, എപ്പോൾ സ്റ്റാർട്ട് ചെയ്ത്, എപ്പോൾ അവസാനിച്ചു, അതിലെത്ര സമയം ബൈബിൾ വായിച്ചു, എത്ര സമയം തോട്ട്സുമായിട്ടിരുന്നു, നിങ്ങളത് എക്സാമിൻ ചെയ്യണം. അവിടെയെല്ലാം നിനക്ക് നിന്നെ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്യാനും, നീ എന്താണ് നിൻ്റെ സ്റ്റാൻഡ്, നീ എന്താണ് ഇപ്പോൾ, ഏത് അവസ്ഥയിൽ നിൽക്കുന്നു, ഇപ്പോൾ നീ മരിച്ചാലുള്ള നിൻ്റെ ആത്മാവിൻ്റെ സ്ഥിതിയെക്കുറിച്ചാണ് പല വിചാരത്തിലൂടെ കർത്താവ് നിന്നെ ബോധ്യപ്പെടുത്തുന്നത്. പല വിചാരം എന്ന് പറയുന്നത് ഒരിക്കലും കുറവല്ല, അതിനു പുറകിൽ ദൈവം തരുന്ന താക്കീതുകളും ഓർമ്മപ്പെടുത്തലുകളുമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലത് കരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു മകളെ തെറ്റായ സ്നേഹബന്ധത്തിൽ നിന്ന് ഈശോ ഇപ്പോൾ വിടുവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 9 ലക്ഷം കടബാധ്യത 3 പേരിൽ നിന്നായിട്ട് എടുത്തിരിക്കുന്ന ഒരു സ്ത്രീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ആവശ്യത്തിൽ ഈശോ ഇടപെടുന്നത് പരിശുദ്ധാത്മാവ് കാണിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്ക് കൊണ്ടുവരുവാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്കോടി പേടിച്ചു വിറച്ച് അവൻ പൗലോസിൻ്റെയും സീലാസിൻ്റെയും കാൽക്കൽ വീണു. പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ സ്തുതിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു തലമാണ് വിളക്ക്. ബൈബിളിലെ വിളക്കിനെ പറ്റി പലയിടത്തും പരാമർശിക്കപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് 10 നാണയം നഷ്ടപ്പെട്ട സ്ത്രീ വിളക്ക് കൊളുത്തുന്നത്. വീണ്ടും വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളാരും വിളക്ക് കൊളുത്തി പറയുടെ കീഴിൽ വയ്ക്കാറില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെയും പൗലോസും സീലാസും സ്തുതിച്ചു. അവർ സ്തുതിക്കുമ്പോൾ അവരായിരുന്ന അവസ്ഥയുടെ ചങ്ങലകൾ തകർക്കപ്പെട്ടു, വാതിലുകൾ ഓപ്പണായി, ചങ്ങല അഴിഞ്ഞു വീണു. അവർക്ക് കാവൽ നിന്നിരുന്നവൻ പേടിച്ചു വിറച്ചു എന്നുള്ളതാ. തിന്മയ്ക്ക് കാവൽ നിൽക്കുന്നവൻ പേടിക്കണം നമ്മളെ കണ്ട്. നമ്മളിലുള്ള അഭിഷേകത്തെ കണ്ട് നമ്മുടെ ഉള്ളിലുള്ള തിന്മയ്ക്ക് കാവൽ നിൽക്കുന്നവൻ പേടിച്ച് വിറങ്ങലിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളിൽ അഭിഷേകത്തോടു കൂടെയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്, ബലമുണ്ട്. ഏത് അന്ധകാരത്തിൻ്റെ ശക്തിയെയും ഭേദിക്കാൻ ആവശ്യമായിട്ടുള്ള സ്പിരിറ്റ് ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഞാനോ നിങ്ങളോ കുറഞ്ഞവരല്ല. ഒരിക്കലും കുറഞ്ഞവരല്ല. ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ലെവല് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. നമ്മളിലുള്ള ദൈവത്വത്തെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. ഇപ്പോഴും നമ്മളിൽ എത്രത്തോളം പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് നമുക്കറിയില്ല. കാരണം നമ്മളതിനെക്കുറിച്ച് ബോധേഡല്ല.
നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മുടെ എല്ലാ ദൈനംദിന ആവശ്യങ്ങളുടെ പുറകെ ഓരോ ദിവസം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപകളെക്കുറിച്ചോ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചോ നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. അതുകൊണ്ട് ഈശോ എന്നോടും നിങ്ങളോടും പറയുന്നു, ഇടയ്ക്കെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച്. ഞാൻ പറഞ്ഞില്ലേ, പല വിചാരം എന്ന് പറയുന്നത് ദൈവം തരുന്ന താക്കീതുകളാണ്, സ്വീകരിക്കാൻ പറ്റണം. പല വിചാരം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന താക്കീതുകളാണ്. ഇതിനെ സ്വീകരിച്ചാൽ ഇത് നിങ്ങളുടെ ഉള്ളിലുണ്ടോ, സാധാരണ ഒരു ശക്തിക്കും നിങ്ങളെ കീഴടക്കാൻ പറ്റില്ല. ഏതാ ഈ താക്കീതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാകുന്ന പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും സാത്താൻ്റെ ഒരു ശക്തിക്കും നിന്നെ പരാജയപ്പെടുത്താൻ പറ്റില്ല. പാപത്തിൽ വീണിട്ടുണ്ടോ, എഴുന്നേൽക്കണം, വീണെടുത്ത് കിടക്കരുത്. ആരും പാപം ചെയ്യാത്തവരല്ല പ്രിയപ്പെട്ടവരെ, എല്ലാവരിലും പാപമുണ്ട്. പക്ഷേ ചെയ്ത പാപത്തിൽ എന്താ പറയുക, വസിക്കുക, അതാണ് നമ്മളിലുള്ള കുറവ്. പാപം ചെയ്യുക എന്ന് പറയുന്നത് കുറവല്ല, പക്ഷെ ചെയ്ത പാപത്തിൽ തന്നെ നിലനിൽക്കുന്നതാണ് കുറവ്. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ആത്മസ്ഥിതിയെക്കുറിച്ച് നീ ഒന്ന് ചിന്തിക്കണം. നീ മരിച്ചാൽ നിൻ്റെ ആത്മാവ് എവിടെ എത്തും എന്നുള്ളതിനെക്കുറിച്ചും നീ ഒന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ഒരു 1-2 മാസത്തിനുള്ളിൽ ആന്ധ്രയിലൊരു മിനിസ്ട്രിക്ക് പോയി. അവിടെ മിനിസ്ട്രിക്ക് പോയപ്പോൾ കുറച്ച് പേര് എന്നെ വിളിച്ചു. നമ്മുടെ വൈദികർ വിളിച്ചിട്ട് അവരുടെ ഒരു സ്ഥലം കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഇവിടെ ഒന്നും തുടങ്ങാൻ പറ്റുന്നില്ല, ലാൻഡ് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ കുറേ സ്ഥലങ്ങൾ ഇവരിങ്ങനെ കുഴിച്ച് ഡിഗ് ചെയ്ത് ഏതാണ്ട് ഒരു 2-3 ആൾ പൊക്കത്തിലിങ്ങനെ മണ്ണെടുത്ത് മാറ്റിയിട്ടിരിക്കുന്നത് കണ്ടു. ഞാൻ ചോദിച്ചാൽ ഇതെന്താണ് ഇവിടെ ഇങ്ങനെ മണ്ണെടുത്തിട്ടിരിക്കുന്നത്? അപ്പോൾ അച്ഛൻ പറഞ്ഞു, ബ്രദറെ ഒരു 2-3 വൈദികർ കൃപയിൽ നിൽക്കുന്നവർ വന്നിട്ട് പറഞ്ഞു, ഇവിടെ വിജയിക്കാത്തതിന് കാരണം പണ്ട് കാലത്ത് ഇത് ഈ പകർച്ചവ്യാധിയിലും മറ്റും മരിച്ചുപോയ ജനങ്ങളെ കൊണ്ടുവന്ന് ഇടുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അസ്ഥികൾ, അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇതിനടിയിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കേട്ട പാടെ കേൾക്കാത്ത പാടെ ഇവരത് ഒരു ഏരിയ ഒട്ട് ഇങ്ങനെ വടിച്ച് തൂത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരിക, കിട്ടുന്നില്ല, അസ്ഥികളൊന്നും കിട്ടുന്നില്ല. അങ്ങനെയാണ് ഇവരെന്നെ വിളിച്ചതും ഞാനവിടെ ചെന്നതും. അപ്പം ഞാനവിടെ ചെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാനൊരു ലാൻഡ് ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇതിന് താഴത്താണ് കിടക്കുന്നത്, ഇതിന് താഴത്തുണ്ട്. ഞാൻ പിന്നെ 7 സംഭവങ്ങൾ ഇതിന് താഴത്ത് കിടക്കുന്നുണ്ട്, 7 അസ്ഥി. അപ്പോൾ അത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇതിന് അവിടെ ഇപ്പോൾ അവിടെ സ്ഥലം നികത്തി അവിടെ മറ്റൊരു സംഭവം വർക്ക് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു, ഇതിന് നിങ്ങളിവിടെ ഈ ഒരു ബിൽഡിങ്, ഈ ഒരു സംഭവം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു മരം ഉണ്ടായിരുന്നു, ഇവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി എല്ലാം ഇങ്ങനെ പറഞ്ഞ പച്ച പറഞ്ഞു, ശരിയാണ്, ഞാനാണത് ചെയ്തത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ ഈ വരുന്ന മാസങ്ങളിൽ ജൂണിൽ അവിടെ ഉണ്ട്, ഇത് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളൊരു കാര്യം അറിയണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിൽ ചില മാലിന്യങ്ങൾ കിടക്കുന്നുണ്ട്. ഈ മാലിന്യമാണ് വിശ്വാസത്തെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിക്കളയും. ആർഗ്യുമെൻ്റ് നിരത്തും ദൈവത്തിൻ്റെ മുമ്പിൽ, എല്ലാത്തിനോടും ചോദ്യം ചെയ്യുന്ന, മറുതലിക്കുന്ന ഇത്തരത്തിലുള്ള ചീഞ്ഞ് നാറിയ ചില അവസ്ഥകൾ എന്നിലും നിങ്ങളിലും ഉണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ മേമ്പൊടി കൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ ഇങ്ങനെ പറ്റിച്ച് നടക്കുന്നവരാണ്. ഹല്ലേലൂയ. മറ്റുള്ളവരെ നമ്മൾ പുറമോടി കാണിച്ച് മറ്റുള്ളവരെ നമ്മൾ കബളിപ്പിക്കുന്നവരാണ് പ്രാർത്ഥനയിൽ. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ, കത്തോലിക്കർ, കൃപയിൽ നിൽക്കുന്നവർ, ഞങ്ങളെപ്പോലെ കൃപയിൽ നിൽക്കുന്നവർ പ്രാർത്ഥനയുടെ മേമ്പൊടിയാണ്. പക്ഷേ ഈശോ നോക്കുന്നത് നിൻ്റെ ചീഞ്ഞ നാറിയ അവസ്ഥയിലേക്കാണ്. ആരും കാണാതെ നീ മറച്ചു വെച്ചിരിക്കുന്ന നിൻ്റെ ഉള്ളിലുള്ള ചില കെട്ടുകൾ, മറ്റുള്ളവരുടെ മുമ്പിലെ ചില ഭയങ്ങൾ ഉള്ളതുകൊണ്ട് ഇതാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ളൊരു നിലപാടിലേക്ക് നീ നിൽക്കുകയുള്ളൂ. അതിന് കാരണം നിൻ്റെ പേഴ്സണാലിറ്റി അല്ലത്, അതിന് കാരണം നിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ അരൂപിയാണ്. തിരിച്ചറിയാൻ പറ്റണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി എവിടെയുണ്ടോ അതിന് സകലതും കാണാൻ പറ്റും, അതിന് സകലതും തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കണം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ എവിടെയാണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരാൻ നിങ്ങൾ ഉറക്കമുണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ചില കെട്ടുകൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ എത്രത്തോളം തീഷ്ണത കാണിക്കുന്നുവോ അതിൻ്റെ 10 മടങ്ങ് നിങ്ങളിലേക്ക് പാപത്തിൻ്റെ മേഖലകൾ കടന്നു വരും. അതിൻ്റെ 10 മടങ്ങ് പാപത്തിൻ്റെ മേഖല കടന്നു വരും.
പാപത്തിൻ്റെ മേഖല കടന്നു വരും. നിങ്ങൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ നോക്കിക്കോ, ഒരു കൃപ ചോദിച്ച് പ്രാർത്ഥിച്ചോ, പാപത്തിൻ്റെ മേഖല കടന്നു വരും. അപ്പോൾ നിങ്ങൾ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം ദൈവവുമായിട്ട്. എന്തെന്നാ, കർത്താവ് ഇത്ര നാളത്തേക്ക് ഞാൻ ഉപവാസം പ്രഖ്യാപിക്കണം. ചില പാപത്തിൻ്റെ തലങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ കർത്താവ് ഇന്നു മുതൽ ഞാൻ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം, ഇത്ര നാളത്തേക്ക് എനിക്കിതിൽ നിന്ന് പുറത്തു വരണം, എനിക്ക് ഈ കൃപ കിട്ടണം. ഏതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്പിരിച്വലിയുള്ള ഒരു വെൽത്ത്, ഒരു ധനം, ഒരു സമ്പാദ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾ പ്രഖ്യാപിക്കണം. നമുക്കറിയാം, ഒരു MBBS ഡിഗ്രീസ് നമ്മൾ കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്ര വർഷം പഠിക്കണം, 5-6 വർഷം അതിനു വേണ്ടി നമ്മൾ പഠിച്ചാലാണ് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോഴും നമ്മളത് എക്സാം ചെയ്ത് വിൻ ചെയ്ത് ക്വാളിഫൈഡ് ആവണം. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് കൃപയുടെ മേഖലയിലും ഇത് തന്നെയാണ്. അപ്പോൾ ഒരു കൃപ നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ കൃപയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് ചിലപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ ആയിരിക്കും. ഞാൻ ഓരോ കൃപയും നേടിയെടുക്കുന്നത് 1.5 വർഷം 2 വർഷം ഉപവസിച്ചിട്ടാണ്. ഇപ്പം ഞാൻ 1.5 വർഷത്തെ ഉപവാസത്തിലാണ്. പുതിയ കൃപ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ 1.5 വർഷത്തെ ഉപവാസം വേണമെന്നാണ്. ഇപ്പോൾ 1.5 വർഷത്തെ ഫാസ്റ്റിങ്ങിലൂടെ പോവുക ആ ഒരൊറ്റ കൃപയ്ക്ക് വേണ്ടിയിട്ട്. നിർത്തില്ല, അത് കഴിയുമ്പോൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്യും. ഒരു ബ്രേക്ക് എടുക്കും, ഒരു 6 മാസം. ഞാൻ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് 6 മാസമാണ്. കർത്താവിനെ അറിഞ്ഞതിന് ശേഷം റെഗുലറായിട്ട് 3 നേരം ഭക്ഷണം കഴിക്കുന്നത് മിക്കവാറും 6 മാസമേ കഴിക്കുകയുള്ളൂ. 6 മാസം കഴിയുമ്പോൾ അടുത്ത ഫാസ്റ്റിംഗ് പറയും. അപ്പോൾ അടുത്ത ഫാസ്റ്റിംഗ് 1 വർഷത്തിൽ കുറയാത്തൊരു ഫാസ്റ്റിംഗ് എന്നോട് പറയാറില്ല. മിനിമം 1 വർഷമാണ്. മിനിമം 1 വർഷത്തെ ഫാസ്റ്റിംഗ് പറയാം. 1 വർഷത്തെ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് 1 വർഷം ഫാസ്റ്റിംഗ് പരിശുദ്ധാത്മാവ് പറയണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വെറുതെ കിട്ടില്ല, ഒന്നും വെറുതെ കിട്ടില്ല, ഒരു കൃപയും വെറുതെ കിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഏതെല്ലാം സാത്താൻ്റെ ആധിപത്യങ്ങൾ വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു സ്പാർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ദൈവത്തിൻ്റെ ഒരു സ്പാർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിലേ തിന്മയെ കണ്ടുപിടിക്കാനുള്ള വ്യക്തത നിൻ്റെ കണ്ണിന് കിട്ടുള്ളൂ. തിന്മയെ കണ്ടുപിടിക്കാനൊരു വ്യക്തത ഉണ്ടാവണം കണ്ണിന്. അല്ലെങ്കിൽ നമ്മുടെ മക്കള് നമ്മളെ വഞ്ചിക്കും. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള ദമ്പതികളിൽ ഒന്ന് നിങ്ങളെ വഞ്ചിക്കുന്നുണ്ടാവും, നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. എല്ലാവരുടെയും അല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവിടെ റെഡ് സൈൻ കാണിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ കാണുന്ന പല വ്യക്തിത്വങ്ങളും നല്ലതായിരിക്കില്ല. നമ്മൾക്ക് തെറ്റുപറ്റും. അതിനെ നമ്മൾ തിരിച്ചറിയാൻ പറ്റണം. ആ ഒരു കാരിസം ഓഫ് ഡിസേൺമെൻറ്റ്, എന്താ പറയുക, മുന്നിലുള്ളത് നേരോ തെറ്റോ ശരിയോ ഇതിനെ തിരിച്ചറിയാനുള്ളൊരു കൃപയുണ്ട്. ഡിസേൺമെൻറ്റ്, നന്മ തിന്മകളെ തിരിച്ചറിയാൻ ഉൽപ്പത്തിയിൽ നഷ്ടപ്പെട്ടു പോയൊരു കൃപയാണ്. ആദത്തിനും ഹവയിലും വൃക്ഷം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തിരിച്ചറിയാനുള്ള, പക്ഷെ അത് മിസ്യൂസ് ചെയ്തു. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ഭവനത്തിൽ ചില തിന്മയുടെ കെട്ടുകൾ നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ നിങ്ങളൊരിക്കലും കാവൽ മാലാഖമാരെ സംരക്ഷണത്തിന് വിളിക്കരുത്. കാവൽ മാലാഖമാരുടെ സംരക്ഷണം എടുത്ത് പ്രാർത്ഥിക്കേണ്ടത് അവിടെയല്ല. ഉൽപ്പത്തിയിൽ നിങ്ങൾ എടുത്തു നോക്കിക്കേ, ദൈവം ഏദൻ തോട്ടത്തിൽ തിന്മ പ്രവേശിച്ചപ്പോൾ ദൈവം അവിടെ കാവൽ നിർത്തിയത് മാലാഖയെയല്ല, കെരൂബിനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനോട് ഇപ്പോൾ ആവശ്യപ്പെടുകയും അവൻ്റെ 12-ലധികം വരുന്ന വ്യൂഹങ്ങൾ എനിക്ക് സഹായത്തിലെത്തുകയും ചെയ്യില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അപ്പോൾ അതിനർത്ഥം എന്താ? കൃപയിൽ നിൽക്കുന്നവനെ സഹായിക്കുന്നതിൻ്റെ പേരാണ് ഏഞ്ചൽസ്. അവിടെ ദൈവം വിളിക്കുമ്പോൾ വരും എന്ന് ദൈവത്തിന് ഉറപ്പുണ്ട്, ക്രിസ്തുവിന് ഉറപ്പുണ്ട്. എന്നാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ വിളിച്ചാൽ ദൈവം തൻ്റെ വ്യൂഹത്തെ അയക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എവിടെ? ദൈവത്തെ സഹായിക്കാൻ, കൃപയിൽ നിൽക്കുന്നവരെ സഹായിക്കുന്നതാണ് ഏഞ്ചൽസ്. പക്ഷെ നിങ്ങളുടെ കുടുംബത്തിലൊരു കെട്ട് വന്നു, നിങ്ങളുടെ കുടുംബത്തിലൊരു പൈശാചികത പ്രവേശിച്ചു, നിങ്ങളുടെ മക്കള് നിങ്ങളെ അനുസരിക്കുന്നില്ല, അവർ തെറ്റായ ബന്ധങ്ങളിലും തെറ്റായ ശീലങ്ങളിലും ലഹരിയുടെ അടിമത്തത്തിലും കൗതാശിക ജീവിതത്തിൽ നിന്ന് വിട്ടുനിന്ന് വിശ്വാസത്തിലില്ലാത്ത മക്കളുടെ കൂട്ടം നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കാവൽ നിർത്തേണ്ടത് കെരൂബുകളെ സ്ഥാപിക്കണം. ഭവനത്തിൻ്റെ 4 മൂലയിൽ കെരൂബുകളെ സ്ഥാപിക്കണം. കോമ്പൗണ്ടിൻ്റെ 4 കോർണറുകളിൽ കെരൂബുകളെ സ്ഥാപിച്ചുകൊണ്ട് ഉൽപ്പത്തിയിൽ ആ വചനഭാഗം വായിച്ച്, കർത്താവേ, നീ ഏദനിൽ സ്ഥാപിച്ച കെരൂബിനെ എൻ്റെ കോമ്പൗണ്ടിൻ്റെ 4 കോർണറിലും ഞാൻ സ്ഥാപിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവ് ഭവനത്തിൽ വസിച്ചു. വീണ്ടും പുത്രൻ ഇതുപോലെ ഒന്നിനെ സ്ഥാപിച്ചു. പുത്രൻ സ്ഥാപിച്ചതാണ് വിശുദ്ധ കുരിശ്. പുത്രൻ സ്ഥാപിച്ചു വിശുദ്ധ കുരിശ്. പിതാവ് കെരൂബിനെ സ്ഥാപിച്ചപ്പോൾ പുത്രൻ വിശുദ്ധ കുരിശിനെ സ്ഥാപിച്ചിട്ട് അവനും തന്നു ഒരു സംരക്ഷണം. അതെവിടെയാ? അവൻ സ്ഥാപിച്ചപ്പോഴാണ് ഇപ്പോൾ ഉണ്ടായ അനുഭവം ഒന്നുണ്ടായി. ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്.
ഇത് തന്നെയാണ് നമ്മളിപ്പോൾ ഈ വായിച്ച തടവറയിൽ നടന്നതും. ഇത് തന്നെയാണ്. ദ സെയിം എഫക്റ്റ് ഹാപ്പൻഡ് ഇവിടെ ഇതുപോലെ തന്നെ സംഭവിച്ചു. എന്തുകൊണ്ടാ? കുരിശ് നാട്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. കുരിശ് എന്ന് പറയുന്നത് സഹനമാണെങ്കിൽ അതിനെ നീ പുത്രനെ വിളിച്ച് വിശുദ്ധ കുരിശ് എൻ്റെ ഭവനത്തിൻ്റെ 4 ദിക്കുകളിൽ ഞാൻ നാട്ടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പുത്രൻ്റെ സാന്നിധ്യം നിന്റെ ഭവനത്തിൽ പ്രവേശിച്ചു. അടുത്തത് പരിശുദ്ധാത്മാവാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുന്നത് പെന്തക്കോസ്തേക്കാ. അഗ്നിനാവുകളായിട്ട് അവരോരോരുത്തരുടെയും മേൽ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് കോമൺ ആയിട്ട് വരുന്നതല്ല, പേഴ്സണലൈസ് ചെയ്തു വരുന്നതാണ്. വ്യക്തികളിലേക്ക് എല്ലാവർക്കും വേണ്ടി ഒരു നാവ് അല്ല, ഓരോരുത്തരുടെ മേൽ ഓരോ അഗ്നിനാവ് വന്നു നിന്നു. അവർ സ്തുതിക്കാൻ തുടങ്ങി, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ നാവായി. അവരുടെ നാവുകൾ മാറ്റപ്പെട്ടതെപ്പോഴാ? അഗ്നി ഇറങ്ങി വന്നപ്പോൾ. ഇതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ നിന്റെ അഗ്നി വലയം കൊണ്ട് എൻ്റെ കോമ്പൗണ്ടിനെ നീ വേലി കെട്ടി സംരക്ഷിക്കണം. ഈ 3 സംരക്ഷണമാണ് നിങ്ങളുടെ ഭവനത്തിനും നിങ്ങളുടെ കോമ്പൗണ്ടിനും ഉണ്ടാവേണ്ടത്. അകത്തുള്ളത് വെന്ത് എരിഞ്ഞ് ചാമ്പലാകും. ആമേൻ, ഹല്ലേലൂയാ. നിങ്ങളുടെ ഭവനത്തിനകത്തുള്ളത്, നിങ്ങളുടെ കോമ്പൗണ്ടിനുള്ളത് എന്ത് തന്നെ ആയിക്കോട്ടെ, ഏത് ആഭിചാരത്തിൻ്റെ, ഏത് മന്ത്രവാദത്തിൻ്റെ, ഏത് തിന്മയുടെ കെട്ട്, ഏത് വ്യഭിചാരത്തിൻ്റെ കെട്ട്, ഏത് ബ്ലാക്ക് മാസിൻ്റെ, ഏത് ഇലുമിനാറ്റി സ്പിരിറ്റ് ആയിക്കൊള്ളട്ടെ, ഭവനത്തിൽ ബാധിച്ചിട്ടുണ്ടോ, കോമ്പൗണ്ടിൽ കടന്നു വന്നിട്ടുണ്ടോ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ തൃത്വത്തെ സ്ഥാപിക്കണം. പരിശുദ്ധ തൃത്വമാണ് കടന്നു വരേണ്ടത്. ഹല്ലേലൂയ. പരിശുദ്ധ തൃത്വത്തെ മറന്നുപോകല്ലേ. നമ്മൾ മറ്റു പല പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കുമ്പോഴും ത്രിത്വൈക ആരാധന, ഞാൻ പറഞ്ഞില്ലേ, പിതാവിനും പുത്രന് പരിശുദ്ധാത്മാവിന്, നമ്മൾ എതിരെ വരച്ച ക്രോസാത്. പിതാവിന് പുത്രന് പരിശുദ്ധാത്മാ, നമ്മൾ എതിരെ ക്രോസ് വരച്ച് അതിനെ ബന്ധിക്കുക. നമ്മൾ തൃത്വസ്തുതി ചെല്ലുമ്പോൾ നമ്മളിലേക്ക് മാത്രമല്ല അത് വരുന്നത്, എതിർവശത്തേക്ക് കർത്താവിൻ്റെ അനുഗ്രഹം കടന്നു ചെല്ലുന്നുണ്ട്, എതിർവശത്തേക്ക് കർത്താവിൻ്റെ ബന്ധനം കടന്നു ചെല്ലുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എതിരെ നിന്ന് നിനക്കെതിരെ പ്രവർത്തിക്കുന്ന എന്തിനേയും വീഴിക്കാൻ തൃത്വസ്തുതി ചൊല്ലിയാൽ മതി. നീ നിന്നെ കുരിശ് അടയാളം വരക്കുമ്പോൾ അതേ കുരിശ് അന്തരീക്ഷത്തിൽ എതിർവശത്തേക്കും വരയ്ക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് തൃത്വസ്തുതിയുടെ ആരാധനയുടെ ഏറ്റവും വലിയ അഭിഷേകം. ഇത് നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ ടൈമിംഗ് ആണ് ഞാൻ പറഞ്ഞത്. രാത്രി 12, 3, 4 മണികളിലൊക്കെ സമയമുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് സമയമില്ലെന്ന് പറയരുത്. ഫോണൊന്ന് മാറ്റിയാൽ മതി. നമ്മുടെ കയ്യിലിരിക്കുന്ന വെട്ടിപ്പെട്ടി അതിനെ നിങ്ങളൊന്ന് എടുത്ത് മാറ്റിയാൽ എല്ലാത്തിനും നമുക്ക് സമയം കിട്ടും. ഈ ഒരു സംഭവം, ഈ ഒരു സ്പിരിറ്റ്, ഈ ഒരു ഫോണിൻ്റെ സ്പിരിറ്റ്, 666-ൻ്റെ സ്പിരിറ്റ് നമ്മളിലേക്ക് എപ്പോൾ കടന്നു വന്നുവോ അന്നു മുതൽ ഇങ്ങോട്ട് നമ്മളിൽ വീഴ്ചകളാണ്. നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. നമ്മളിങ്ങനെ വീണ് തുടങ്ങാൻ തുടങ്ങി, കൃപകൾ നഷ്ടപ്പെടുത്താൻ തുടങ്ങി, പ്രാർത്ഥനയുടെ സമയം കുറച്ച് ഫോണിൻ്റെ സമയം കൂടാൻ തുടങ്ങി. അതിൽ പല ഇൻഫോർമേറ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നമ്മളിങ്ങനെ ഓരോന്ന് കണ്ട് അറിവ് സമ്പാദിക്കുകയാണെന്നുള്ളൊരു ബോധ്യം സാത്താൻ, ഇങ്ങനെ ഒരു മിഥ്യാബോധം സാത്താൻ തന്നുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നിങ്ങൾ കേട്ട ഒരു അറിവ് നിങ്ങളുടെ തലയ്ക്കകത്ത് ഉണ്ടാവുകയില്ല. അതാ കാണുമ്പോഴേ ഉള്ളൂ ആ അറിവ്. പിന്നീട് അത് നിങ്ങളുടെ തലയിൽ നിന്ന് അത് മായ്ച്ചു പോകുന്നുണ്ട്. സാത്താൻ തന്നെ എടുത്തു മാറ്റും. ഇതിനു വേണ്ടിയിട്ടാണ് നീ നിത്യകാലം ഇതിനെ ആശ്രയിക്കണം. നിത്യകാലത്തേക്ക് നീ ഇതിനെ ആശ്രയിക്കണം. അതിനു വേണ്ടിയിട്ടാണ്. ഇതിനെ നീ എടുത്ത് നിൻ്റെ കുടുംബത്തിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ, ആവശ്യത്തിനല്ലാതെ ഇതിന് പുറകെ നീ പോയിട്ടുണ്ടെങ്കിൽ ദൈവം കുറയും. പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ സാന്നിധ്യം കുടുംബത്തിൽ പെരുകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറഞ്ഞു, വിളക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. 3 തരം വിളക്ക്, അതിലേക്കാണ് നമ്മൾ തുടങ്ങിയത്. നിങ്ങൾ വിശുദ്ധ കുമ്പസാരം നടത്തി കഴിയുമ്പോൾ നിങ്ങളിൽ വരുന്നതാണ് വിളക്ക് എന്ന് പറയുന്ന അഭിഷേകം. പരിശുദ്ധാത്മാവ് കൊളുത്തുന്ന തീയാണ് വിളക്ക് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ കൊളുത്തുന്ന തീ, അഗ്നിയുണ്ട്. ഏത് ഇരുട്ടിലും ജ്വലിക്കുന്ന അഗ്നിയാണ് പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം. അത് പുറമേയല്ല, നിൻ്റെ അന്തരാത്മാവിലാണ് അതുള്ളത്. ഏതിരുട്ടിലും ഇത് പ്രകാശിക്കും. നിനക്ക് ചുറ്റും എല്ലായിടത്തും അടഞ്ഞ വാതിലുകൾ മാത്രമാണോ കാണുന്നത്? നിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഉണ്ടെങ്കിൽ അടഞ്ഞു കിടക്കുന്നത് പലതും യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടാനുള്ള വ്യൂ, ഒരു ക്ലാരിറ്റി ഓഫ് വിഷൻ നിനക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിനക്ക് തരും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിൻ്റെ മേൽ കടന്നു വരാൻ നീ വില കൊടുക്കണം. പാപത്തെ ഉപേക്ഷിക്കാനുള്ള വില കൊടുക്കണം. ഒറ്റ ദിവസം കൊണ്ടല്ല, പ്രാർത്ഥനയെ കൂട്ടും തോറും ഉപേക്ഷിക്കപ്പെടുന്ന കൃപയാണ് പ്രിയപ്പെട്ടവരെ. പാപം എന്ന് പറയുന്നത് ഉപേക്ഷിക്കാൻ നിനക്ക് കിട്ടുന്ന കൃപയാണ്. അതുകൊണ്ട് പ്രാർത്ഥന കൂട്ടിക്കൊണ്ട് വരുമ്പോഴേ പാപം ഇറങ്ങി പോവുള്ളൂ. പ്രാർത്ഥനയുടെ ഓരോ സ്റ്റെപ്പ് നീ കയറുമ്പോൾ ഇടതുവശത്തെ പാപത്തിൻ്റെ ഓരോ സ്റ്റെപ്പ് അവൻ ഇറങ്ങിപ്പോവും. കാരണം പ്രാർത്ഥന കൂടുന്നിടത്ത് പാപത്തിന് നിൽക്കാൻ പറ്റില്ല. നീ അല്ലാതെ അതിനെ ഇറക്കി വിടാൻ ശ്രമിച്ചാലും
ഇത് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യത 10 മടങ്ങ. അതാണ് പറയുന്നത്, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട നിലങ്ങളിലൂടെ നടക്കും. അത് പറയും, ഞാൻ അതിനാശ്വാസം കണ്ടെത്തുന്നില്ല. ഒടുവിൽ അത് പറയും, ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു ചെല്ലുമ്പോൾ ആ ഭവനം അടിച്ചു വാരി നിലം വെടിപ്പാക്കി ഇട്ടിരിക്കുന്നത് കാണും. അപ്പോൾ അത് പുറപ്പെട്ടതെന്ന് തന്നേക്കാൾ ദുഷ്ടനായ 7 എണ്ണത്തെ കൂടെ തന്നെ കൂടെ കൊണ്ടുവന്ന് അവനിൽ വസിക്കും. ആ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായി തീരും. എന്തുകൊണ്ടാ? ഇറക്കി വിടുന്നത് ദൈവീകമല്ലാത്ത പ്രവൃത്തിയിലൂടെയാണെങ്കിൽ അത് തിരിച്ചു വരുന്നത് 7 ഇരട്ടി പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടായിരിക്കുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7 ഇരട്ടി പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടേ പാപത്തെ ഉപേക്ഷിക്കേണ്ട രീതിയിൽ ഉപേക്ഷിച്ചില്ലെങ്കിൽ അത് തിരിച്ചു വരുള്ളൂ. 7 ഇരട്ടി പ്രഹരം ഏൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ചില പാപങ്ങൾ നിങ്ങളുടെ കൃപകളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ചില പാപശീലങ്ങൾ നിങ്ങളിലുള്ള പ്രാർത്ഥനാ ചൈതന്യത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മക്കളെ വഴിതിരിച്ചു വിടാൻ നിങ്ങളിലുള്ള ചില പാപശീലങ്ങൾ മക്കൾക്ക് കാരണമായിട്ടുണ്ടെന്നുള്ളത് മറക്കരുത്. എല്ലാത്തിനും നമ്മൾ മക്കളെ കുറ്റപ്പെടുത്തരുത്. ചില സാഹചര്യങ്ങളാണ് അവരെ ആ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ളത് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ പാപത്തിൻ്റെ കെട്ടുകൾ, ചങ്ങലകൾ അഴിയപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന 3ാമത്തെ അഗ്നി അവിടെ കൊളുത്തപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഈ അഗ്നി കൊളുത്തപ്പെടണം, ഈ വിളക്ക് കൊളുത്തപ്പെടണം. നമ്മുടെ കുടുംബത്തിൽ ഈ വിളക്ക് കത്തിച്ചു വെച്ചാൽ പ്രകാശം വരും. ആ കുടുംബം, ആ അവസ്ഥ എന്ന് പറയുന്നത് എന്നിൽ തന്നെയാണ് ഈ അവസ്ഥയിലേക്കാണ് യേശു പ്രവേശിച്ച് നാണയമാറ്റക്കാരെയും പ്രാവ് വിൽപ്പനക്കാരെയും അവൻ ചാട്ടവാറെടുത്ത് അടിച്ചോടിച്ചത്. നമ്മുടെ ഉള്ളിൽ പ്രാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനൊരു പ്രതിരൂപമാണ്. ഇതിനെ വിൽക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവ് ഉള്ളിൽ പ്രവേശിക്കുമ്പം ഇതിനെല്ലാം ചാട്ടവാറെടുത്ത് അടിച്ചോടിക്കും. പ്രാർത്ഥനയുടെ മറവിൽ പാപം ചെയ്യുന്ന എത്രയോ വ്യക്തിത്വങ്ങൾ, പ്രാർത്ഥനയെ മറപിടിച്ചുകൊണ്ട് പാപത്തിൽ ജീവിക്കുന്നവർ എത്രയോ പേര്. നിങ്ങളറിയണം, നിങ്ങളുടെ ഞായറാഴ്ച കുർബാനകളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഹസനം കാണിക്കാൻ നിങ്ങൾ പോകുന്നുണ്ടോ? സാത്താൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് കൂടുതൽ അവൻ നിങ്ങളിൽ അതോറിറ്റി സ്ഥാപിക്കലാണ് ചെയ്യുന്നത് എന്നുള്ളത് മറക്കരുത്. പരിശുദ്ധ ബലി ദൈവത്തെ ആരാധിക്കാനെന്നുള്ള ലക്ഷ്യമല്ലാതെ മറ്റുള്ളവരെ കാണിക്കാനെന്നുള്ള ലക്ഷ്യത്തിലേക്ക് മാത്രമായിട്ട് പരിശുദ്ധ ബലിക്ക് വേണ്ടി നീ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാത്താൻ നിൻ്റെ മേൽ ആധിപത്യം കൂട്ടിക്കൊണ്ടുവരികയാണ് എന്നുള്ളത് മറക്കരുത്. പോയില്ലെന്നേ ഉള്ളൂ. പക്ഷേ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി നീ കാണിക്കുന്ന ഭക്ത അഭ്യാസങ്ങളെല്ലാം നിന്നിൽ പാപത്തിൻ്റെ ആധിപത്യത്തിന് മേൽക്കോയ്മയുണ്ടാക്കി കൊടുക്കുകയാണ് നീ ചെയ്യുന്നത് എന്നുള്ളത് മറക്കരുത്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഒത്തിരി സമയം പ്രാർത്ഥിക്കുന്നതിലല്ല പ്രിയപ്പെട്ടവരെ കാര്യം. ചില പാപങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ദൈവം അതിനെ പ്രാർത്ഥനയായിട്ട് തന്നെ സ്വീകരിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് പല തലങ്ങളുണ്ട്. അത് അപ്ലൈ ചെയ്യേണ്ടിടത്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ തിരിച്ചടികളുണ്ട്, മറക്കരുത്. പാപത്തിലും പ്രാർത്ഥനയിലും ഉണ്ട് തിരിച്ചടികൾ. എല്ലാ പ്രാർത്ഥനകളും എല്ലായിടത്തും നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നവയല്ല. എല്ലാ പ്രാർത്ഥനകളും എല്ലായിടത്തും പ്രയോഗിക്കാൻ പറ്റുന്നവയല്ല. പ്രയോഗിക്കേണ്ട പ്രാർത്ഥനകളും പ്രയോഗിക്കേണ്ട വചനങ്ങളും അതുണ്ട്. അത് പേഴ്സണലൈസ് ചെയ്ത് കർത്താവ് തന്നിട്ടുണ്ട്. ഈശോ പോലും ശിഷ്യന്മാരെ ഒരു പ്രാർത്ഥനയെ പഠിപ്പിച്ചുള്ളൂ, സ്വർഗസ്നായ പിതാവേ എന്നുള്ള ഒറ്റ പ്രാർത്ഥന. 3 വർഷം കൂടെ നടന്നിട്ട് ആകെ കൂടി പഠിപ്പിച്ച പ്രാർത്ഥന ഒരേ ഒരു പ്രാർത്ഥന. വേറെ ഒരു പ്രാർത്ഥനയും പഠിപ്പിച്ചില്ല. കാരണം അവനറിയാം ജീവിതമാണ് പ്രാർത്ഥന. എന്നിട്ടും ഒരു പ്രാർത്ഥനയും പഠിക്കാതിരുന്നിട്ടും ഇവരെ കർത്താവ് അയച്ചു എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കോൺട്രവേഴ്സി, ഒരു വിരോധാഭാസമുണ്ട്. ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് ഇവരെ വിടുക, നിങ്ങൾ പോയിക്കോ. എല്ലാ പാമ്പിൻ്റെയും സർപ്പത്തിൻ്റെ എല്ലാ തേളുകളുടെയും മേൽ അതോറിറ്റി തന്നിട്ടുണ്ട്, അധികാരം തന്നു. ആർക്ക്? 72 പേർക്ക്. 12 പേർക്ക് 72 പേർക്ക് കർത്താവ് അധികാരം കൊടുത്തില്ല. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യത്തിൽ 12 പേരെ അയച്ചപ്പോൾ കർത്താവ് അധികാരം കൊടുത്തു. അശുദ്ധാത്മാക്കളുടെ മേൽ, രോഗികളുടെ മേൽ, രോഗങ്ങളുടെ മേൽ കർത്താവ് അവർക്ക് അധികാരം കൊടുത്തു. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ അവൻ വേറെ 72 പേരെ തിരഞ്ഞെടുത്തു, അധികാരം കൊടുത്തില്ല. അധികാരത്തിന് പകരം ഈ 2 പേരായിട്ട് അയച്ചു. അധികാരം കൊടുക്കാത്ത എല്ലാവരെയും ഒറ്റയ്ക്ക് അയച്ചു. അധികാരം കൊടുത്തവരെ എല്ലാം ദൈവം ഒറ്റയ്ക്ക് വിട്ടു, ഓരോരുത്തരെ വിട്ടു. അവരോട് പറഞ്ഞില്ല. 12 പേരെ വിട്ടപ്പോൾ ഈശോ ആവശ്യപ്പെടുന്നില്ല ഈ 2 പേരായിട്ട് പോകണമെന്ന് പറഞ്ഞില്ല. കാരണം ഒറ്റയ്ക്ക് പോയാൽ മതി. എന്തുകൊണ്ടാ? അധികാരമുണ്ട്. അധികാരമില്ലാത്ത 72 പേരെ അയച്ചപ്പോൾ അവൻ പറഞ്ഞു ഈ 2 പേരായിട്ട് പോകണം. ഇതാണ്
നമുക്ക് അധികാരം ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒന്നിൽ ഡിപ്പെൻഡൻ്റ് ആണോ എന്നുള്ളത് തിരിച്ചറിയണമെന്ന് ആദ്യമേ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥന എല്ലായിടത്തും അപ്ലൈ ചെയ്യേണ്ടതല്ല. പ്രാർത്ഥനയല്ല ചില സ്ഥലത്ത് പ്രതിഫലിക്കുന്നത്, ചിലയിടത്ത് നിൻ്റെ വിവേകം പ്രതിഫലിക്കണം, ചിലയിടത്ത് നിൻ്റെ സംസാരം, ചിലയിടത്ത് നിൻ്റെ പെരുമാറ്റം, ഏതാണ് അവിടെ റിസൾട്ട് തരുന്നത് എന്നുള്ളത് അത് വിവേകത്തോടെ മനസ്സിലാക്കി അത് വേണം അവിടെ കൊടുക്കാൻ. എല്ലായിടത്തും പ്രാർത്ഥനയല്ല പ്രിയപ്പെട്ടവരെ തിരികെ കയറ്റേണ്ടത്. പ്രാർത്ഥനയെ വില കുറച്ച് കാണിക്കുകയല്ല, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നമ്മളിലുള്ള അയോഗ്യതകളുടെ പല മേഖലകൾ അതിനെങ്ങനെ ചാരം മൂടിക്കിടക്കുന്ന രീതിയിൽ അതിൻ്റെ റിയൽ ഫോമിലേക്ക് അത് വരുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകളൊന്നും നമ്മൾ എന്തൊക്കെയോ തലമുറകളായിട്ട് കിട്ടിയത് ഇങ്ങനെ കൊണ്ടു കിടക്കുന്നതല്ലാതെ അതിൻ്റെ അർത്ഥവത്തായിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ഇതുവരെ. അത് അവർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും ഇത് തന്നെ, അത്രയേ ഉള്ളൂ. അതല്ല പ്രാർത്ഥന. നീ ദൈവത്തോടു കൂടെ ഇരുന്ന് ദൈവം നിൻ്റെ ഉള്ളിൽ പ്രേരണ തരുന്നത് എന്തോ അത് ചെയ്യുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ പൗലോസിൻ്റെയും സീലാസിൻ്റെയും കാൽക്കൽ വീണു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, കാവൽക്കാരനാണ്, പാപത്തിന് കാവൽ നിന്നവനാണ് ഈ ചോദിക്കുന്നത്. പാപം എന്ന് പറയുന്നത് സീലാസും പൗലോസും അല്ല, തടവറ എന്ന് പറയുന്ന പാപത്തിന് കാവൽക്കാരനായി നിന്നവൻ അതിനകത്ത് അകപ്പെട്ട ദൈവീക ചൈതന്യത്തോട് ചോദിക്കുകയാണ്, രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? നിങ്ങൾ യേശുവിനെ ഉപേക്ഷിച്ച് നിങ്ങൾ പാപത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ കാക്കുന്ന ചില വ്യക്തിത്വങ്ങൾ, പാപ സാഹചര്യങ്ങളുണ്ട് കാവൽക്കാരായിട്ട്. ഈ കാവൽക്കാര് നിങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോൾ ദൈവത്തിലേക്ക് അടുക്കുന്നുവോ ഇവരെ നന്മയിലേക്കും പാപ സാഹചര്യങ്ങളെ ദൈവിക സാഹചര്യങ്ങളിലേക്ക് നയിക്കാനുള്ള അഭിഷേകമാണ് നിങ്ങളിൽ ദൈവം ആ സമയത്ത് തരുന്നത്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. നിങ്ങൾ ദൈവിക ചൈതന്യത്തിന് നടക്കാൻ ആവശ്യമായിട്ടുള്ള അഭിഷേകത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോൾ നിങ്ങളെ നയിക്കും. അവിടെ ഈ പാവം ചെയ്യിച്ച വ്യക്തികൾ നമ്മളെ കണ്ട്, നമ്മുടെ മാറ്റം കണ്ട് അവർ വിശുദ്ധ ജീവിതത്തിലേക്ക് വരും. നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച വ്യക്തികൾ നമ്മളിലുള്ള മാറ്റം കണ്ട് അവരെ വിശുദ്ധ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റുന്ന അതിൻ്റെ പേരാണ് കൃപ അല്ലെങ്കിൽ വരപ്രസാദം എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയുള്ളവർ മാത്രമേ ആ നേടിയ കൃപയിൽ നിലനിൽക്കുകയുള്ളൂ. ബാക്കിയുള്ളതൊന്നും നിലനിൽക്കത്തില്ല. ബാക്കി നിങ്ങൾ എങ്ങനെയെല്ലാം പാപത്തെ ഉപേക്ഷിക്കാൻ നോക്കിയാലും നിലനിൽക്കില്ല. അതൊരു തരം ഒരു എന്താ പറയുക, ഒരു ബ്രേക്ക് എടുക്കൽ മാത്രമാണ്. നമ്മൾ നിർബന്ധിച്ച പാപത്തെ ഉപേക്ഷിക്കുന്നത് ഒരു ബ്രേക്ക് എടുക്കലാണ്. അത് തിരിച്ചു വരും ഒരാഴ്ച 2 ആഴ്ച, അത് കഴിയുമ്പോൾ തിരിച്ചു വരും. കാരണം ഞാൻ ആ ബ്രേക്ക് എടുത്തത് ഫിസിക്കലിയാണ്, സ്പിരിച്വലി അല്ല. സ്പിരിച്വലി എടുക്കുന്ന ബ്രേക്കുകളൊന്നും നിലനിൽക്കില്ല. ദൈവത്തെ കൂടാതെ ഒന്നും അഴിക്കാൻ ശ്രമിക്കരുത്, ദൈവത്തെ കൂടാതെ ഒന്നും കെട്ടാനും ശ്രമിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ കൂടാതെ ഒന്നും അഴിക്കാനും ശ്രമിക്കരുത്, ദൈവത്തെ കൂടാതെ ഒന്നും കെട്ടാനും ശ്രമിക്കരുത്. രണ്ടിടത്തും ദൈവം പ്രവർത്തിക്കത്തില്ല. നീ ദൈവത്തെ കൂടാതെ അഴിക്കാൻ നിൻ്റെ ബുദ്ധി നിനക്കുണ്ട്, പക്ഷെ അവിടെ ദൈവം ഉണ്ടാവത്തില്ല, അത് കാലാകാലങ്ങളും നിലനിൽക്കത്തുമില്ല. ദൈവത്തെ കൂടാതെ അഴിക്കാൻ നിൻ്റെ ശരീരം നിനക്കുണ്ടെങ്കിലും നിൻ്റെ ആരോഗ്യത്തിനും അതിനൊരു ലിമിറ്റുണ്ട്. അതിനപ്പുറത്തേക്ക് അത് പോകത്തില്ല പ്രിയപ്പെട്ടവരെ. ആ ലിമിറ്റ് കഴിഞ്ഞാൽ അത് നിനക്കെതിരെ തിരിയും, രോഗങ്ങൾ തരും ശരീരം നിനക്ക്. നിന്റെ ശരീരത്തെ നീ വിശ്വസിക്കരുത്. അതിനെ നീ ഒത്തിരി വിശ്വസിച്ചാൽ അത് നിനക്ക് രോഗം തരും. അതിനെ നീ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്താൽ അത് നിനക്ക് കഷ്ടതയും തരും. നിൻ്റെ ബുദ്ധിയെ നീ ഒത്തിരി ആശ്രയിക്കരുത്, അത് നിനക്ക് അബദ്ധങ്ങൾ വിളമ്പിത്തരും. നിൻ്റെ കഴിവുകളിൽ നീ ഒത്തിരി ആശ്രയിക്കരുത്, അത് നിന്നെ വഴി തെറ്റിക്കും. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നീ ആശ്രയിച്ചോ, അത് നിന്നെ നേർവഴിയിലൂടെ നയിക്കും. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥനയെ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ചാണ് അതെന്നിൽ പരിശുദ്ധാത്മാവായിട്ട് നിറയണമോ, കടബാധ്യത മാറ്റണമോ, രോഗം മാറ്റണമോ എന്നുള്ളത് ദൈവം തീരുമാനിക്കുകയുള്ളൂ. ഇവിടെ തടവറയിൽക്ക് കാവൽ നിരുന്ന വ്യക്തിത്വം പൗലോസിനോടും സീലാസിനോടും ചോദിക്കുന്നുണ്ട്, സഹോദരരെ, രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷപ്പെടാൻ, അതായത് അവനായിരുന്നു യഥാർത്ഥത്തിൽ തടവറയിൽ. ഈ കാവൽ നിന്നവൻ, കാവൽ നിൽക്കുന്ന തടവറയിൽ കിടക്കുന്നവനവൻ. പൗലോസും സീലാസും ബാക്കി തടവറയിൽ അകപ്പെട്ട വ്യക്തികളെല്ലാം ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമേ തടവറയ്ക്കുള്ളിൽ അകപ്പെടുന്നുള്ളൂ. അത് കഴിയുമ്പോൾ അവരുടെ ശിക്ഷയുടെ കാലഘട്ടം കഴിയുമ്പോൾ അവർ പുറത്തിറങ്ങും. പക്ഷേ ഈ കാവൽക്കാരനെ സംബന്ധിച്ചോ
അവൻ നിത്യകാലത്തേക്ക് തടവറയില്ല. ഹല്ലേലൂയ. പക്ഷെ പറയുമ്പോൾ അവൻ തടവറയ്ക്ക് കാവൽ നിൽക്കുന്നതാണെന്ന് നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ അവനല്ലേ പ്രിയപ്പെട്ടവരെ തടവറയിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ചോദിച്ചത്, എനിക്ക് ഈ തടവറയിൽ നിന്ന് പുറത്തു വരണം, എനിക്ക് ഈ തടവറയിൽ നിന്ന് പുറത്തു വരണം. യഥാർത്ഥത്തിൽ തടവറയിൽ കിടന്നത് തടവറയ്ക്ക് കാവൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, നിങ്ങൾ കാവൽക്കാരായിട്ട് ചിലപ്പോഴൊക്കെ മാറ്റപ്പെട്ടിട്ടുണ്ട്. ചില വ്യക്തികളെ പാപത്തിലേക്ക് നയിക്കുന്ന, അവരെ തടവറയിലാക്കിയ അവരുടെ തടവറയുടെ കാവൽക്കാരായിട്ട് നിങ്ങൾ മാറ്റപ്പെട്ടിട്ടുണ്ട്. ഞാനും മാറ്റപ്പെട്ടിട്ടുണ്ട്, നിങ്ങളും മാറ്റപ്പെട്ടിട്ടുണ്ട്. നമ്മളാരും മാറി നിൽക്കാനായിട്ട് എന്താ പറയുക, മേന്മ എന്ന് പറയുന്ന ആരുമില്ല. കർത്താവ് യേശു ക്രിസ്തു അല്ലാതെ ആരും നന്മ എന്ന് പറയാനായിട്ട് ആരുമില്ല ഈ ലോകത്തിൽ. അവൻ മാത്രമേ ഉള്ളൂ. പ്രിയമുള്ള ദൈവജനമേ, അതുകൊണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന അവൻ മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് കടന്നു വന്നു എന്ന് പറയുമ്പോഴും ഈ കടന്നു വന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുഭവിക്കുന്നേ ഉള്ളൂ. ക്രിസ്തുവിനെ കണ്ടവരാ, അതാണ് വ്യത്യാസം. അതുകൊണ്ട് ക്രിസ്തു അല്ലാതെ മനുഷ്യരൂപത്തിൽ വന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് പോലും മനുഷ്യൽ പ്രവേശിച്ചു എന്നുള്ളതേ ഉള്ളൂ. പിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ മനുഷ്യരൂപത്തിൽ പാപമൊഴികെ മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ വന്നവൻ കർത്താവായ ഈശോ മിശിഹായ. അതുകൊണ്ട് തന്നെ അവനിലല്ലാതെ മറ്റെല്ലായിടത്തും പാപമുണ്ട്, അവനിലില്ല. അവനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ പാപത്തിൽ നിന്ന് പുറത്തു വരാനുള്ള അവസരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണത്. ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു വചനഭാഗം, പാലിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടേറിയ വചനഭാഗമാണിത്. ഇത് വിജാതീയനോടാണ് പറഞ്ഞതെങ്കിലും ക്രിസ്ത്യാനിക്കും കത്തോലിക്കനും ഒരുപോലെ ഇത് ബാധകമാണ്. നമ്മൾ ക്രിസ്ത്യാനികളാണ്, കത്തോലിക്കരാ. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വസിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ അതാണ് സത്യം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും പാപത്തെ ഉപേക്ഷിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഞാനും നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പാപത്തെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. വിജാതീയരോട് പറയുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കുമോ അവർ മറ്റ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതുകൊണ്ടാണ് അവരോട് അങ്ങനെ പറഞ്ഞത്? അല്ല, ഇത് തന്നെ എനിക്ക് നിങ്ങളോടും പറയാം, നിങ്ങൾക്ക് എന്നോടും പറയാം. കാരണം എന്താ? നമ്മളിൽ പാപം ഉള്ളിടത്തോളം കാലം ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടില്ല, ആശ്രയിച്ചിട്ടേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ പാപത്തിൽ വിശ്വസിക്കില്ല, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള വിവേകം കാണിക്കും. ഹല്ലേലൂയ. പക്ഷെ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള വിവേകം നീ കാണിക്കാത്തിടത്തോളം കാലം, പ്രിയമുള്ള ദൈവജനമേ, നീ വിശ്വസിക്കുന്നു എന്ന് അഭിനയിക്കുന്ന, പ്രഹസനം കാണിക്കുന്ന വ്യക്തിത്വമാണ്. വിശ്വസിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. ഇവിടെ പൗലോസും സീലാസും പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഒരുപോലെ പറഞ്ഞു. അവർ പ്ലാൻ ചെയ്ത് പറഞ്ഞതല്ല, അവർ പറഞ്ഞു. മറുപടി അവരിരുവരും പറഞ്ഞു അല്ല, അവർ പറഞ്ഞു. ഒറ്റ മറുപടിയാണ്. കൃപയിൽ നിൽക്കുന്നവർക്കെല്ലാം ഒരേ ഒരു മറുപടിയേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നമ്മളിതുവരെ അത് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും പൈശാചികതകളും വിട്ടുമാറാതെ നമ്മളിപ്പോഴും ഒരേ സ്റ്റാൻഡിൽ തന്നെ കയറിയെടുത്ത് തന്നെ നമ്മളിപ്പോഴും നിൽക്കുക. നമ്മൾ കയറിയെടുത്തുനിന്ന് ഇതുവരെ നമ്മൾ ചവിട്ടിക്കയറി അടുത്ത സ്റ്റേഷനിലേക്ക് നമ്മൾ എത്താത്തതിന് കാരണം കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ അഭിനയിക്കുക പല കാര്യങ്ങളും നമ്മളിങ്ങനെ അഭിനയിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല വിള ചമയാൻ അഭിനയിക്കുന്ന വർഗങ്ങളാണ് ഞാനും നിങ്ങളും ആകുന്ന ക്രിസ്തീയ സമൂഹം. പലതിലും നമ്മളുടെ വ്യക്തിത്വം മറ്റുള്ളവരുടെ മുമ്പിൽ ചവിട്ടിത്തേക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ നമുക്കൊരു മടിയുമില്ല. പ്രിയമുള്ള ദൈവജനമേ, ഈശോ വിശുദ്ധ പൗലോസിലൂടെ സീലാസിലൂടെ പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ചാൽ മതി, നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അപ്പോൾ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കാത്തതിന് കാരണം നിനക്ക് വിശ്വാസമില്ലാത്തത്. നമ്മൾ വിചാരിക്കും നമ്മുടെ കുടുംബം രക്ഷപ്പെടാത്തതിന് കാരണം നമ്മുടെ കുടുംബത്തിലുള്ളവർ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണെന്ന്. അല്ല, നീ വിശ്വസിച്ചാൽ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കണമെങ്കിൽ നിൻ്റെ വിശ്വാസക്കുറവ് മൂലം നിൻ്റെ കുടുംബം കെട്ടുപോകാനും മതി, നിൻ്റെ വിശ്വാസം കൊണ്ട് നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കാനും മതി. നിൻ്റെ കുടുംബമാണ്, നീയാണ് വിശ്വസിക്കേണ്ടത്. രക്ഷപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നത് നിൻ്റെ കുടുംബമാണെങ്കിൽ
ഒരെണ്ണം ഒരു വീട്ടിലുണ്ടായാൽ മതി. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരെണ്ണം മതി ഒരു വീടിനെ രക്ഷിക്കാൻ, ഒരു കുടുംബത്തെ രക്ഷിക്കാൻ. ഒരെണ്ണം ഉണ്ടായാൽ മതി. ബാക്കി 9 എണ്ണവും ചിലപ്പോൾ തലതിരിഞ്ഞതാണെങ്കിലും ഒരെണ്ണം പ്രാർത്ഥിക്കുന്ന ഒരെണ്ണം വീട്ടിലുണ്ടോ, ദാറ്റ്സ് ഇനഫ്. അത് മതി പ്രിയപ്പെട്ടവരെ, അത് മതി. ആ ഒരെണ്ണത്തിലൂടെ കുടുംബം രക്ഷ പ്രാപിക്കും. പക്ഷെ ആ ഒരെണ്ണം വിശ്വസിക്കുന്നതായിരിക്കണം. അടിത്തറയുണ്ടാകണം, വിശ്വാസത്തിൻ്റെ അടിത്തറ ഉണ്ടാകണം. പറയുന്നതല്ല വിശ്വാസം, വിശ്വാസപ്രമാണം ചൊല്ലുന്നതല്ല വിശ്വാസം. ഞാൻ പാപങ്ങളെ ഉപേക്ഷിക്കുന്നു കാരണം ഞാൻ ദൈവത്തെ അറിഞ്ഞു, ഇതാണ് വിശ്വാസം. അതല്ലാത്തതൊന്നും വിശ്വാസമല്ല. പ്രവൃത്തി കൂടാതെ ഒരു വിശ്വാസവും ഇല്ല. കുറേ പ്രസംഗിക്കാൻ പറ്റും, കുറേ കാര്യങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റും, പക്ഷെ അതൊന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളിൽ പലരും പുറകോട്ട് മാറും. ഓക്കെ, ഹല്ലേലൂയ. അതാണ് ഞങ്ങളുടെ ശുശ്രൂഷകർ. ഞങ്ങളിൽ പലരും ഒരുപക്ഷെ പുറകോട്ട് മാറും. ഒന്ന് ചെയ്ത് കാണിച്ചേ എന്ന് പറഞ്ഞ് നടക്കില്ല. പ്രസംഗിക്കാൻ എളുപ്പമാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഉള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ പറയട്ടെ, വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ബാക്കിയുള്ള ആരും നിങ്ങൾ തിരുത്താൻ പോകണ്ട. ഇവിടെ ഈ വ്യക്തിയോടും പൗലോസ്ലീഹ പറഞ്ഞ വേറൊന്നുമല്ല, നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അവൻ ചോദിച്ചത്. പക്ഷെ കൊടുത്ത മറുപടി മൊത്തം ഓൾ ഫാമിലിക്കുള്ളൊരു പാക്കേജാണ് കൊടുത്തത്. അതാണ് പറഞ്ഞത്, നീ വിശ്വസിക്കുക. എന്തിൽ? കർത്താവായ യേശുവിൽ. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സകലത്തിൻ്റെയും കർത്താവ് അവനാണ് എന്ന് നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. നിൻ്റെ ബുദ്ധിയാണ് ഒരുപക്ഷെ നിൻ്റെ കർത്താവ്, നിൻ്റെ കഴിവാണ് നിൻ്റെ കർത്താവ്, നിൻ്റെ സ്വാധീനം നിൻ്റെ കർത്താവായിട്ടുണ്ട് പലപ്പോഴും. നിൻ്റെ പ്രവൃത്തികളും നിൻ്റെ ബന്ധങ്ങളും കർത്താവായിട്ട് നിലകൊള്ളുന്നുണ്ട്. നീ എന്തിനൊക്കെ ആശ്രയിക്കുന്നുണ്ട് അതെല്ലാം കർത്താവാണ്. ഓക്കെ, അതുകൊണ്ടാണ് ശ്ലീഹ പറയുന്നത് കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ. ഓക്കെ, എല്ലാത്തിനും കർത്താവ് യേശുവാണെന്ന് പറയുന്നതാണ് വിശ്വാസം. അതാണ് വിശ്വാസം. എല്ലാത്തിൻ്റെയും കർത്താവ് അവനാണെന്ന് പറയണം. അതല്ലാതെ ഞാൻ വിശ്വസിക്കുന്നതിനെല്ലാം ഞാൻ കർത്താവായി കണ്ടാൽ യേശുവിൽ നിനക്ക് വിശ്വാസം ഉണ്ടാവില്ല. ആമേൻ, ഹല്ലേലൂയ. അതാണ് ആ വചനത്തിൻ്റെ അർത്ഥം. അവർ അവനോടും അവൻ്റെ വീട്ടിലുള്ളവരോടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. അവൻ ആ രാത്രി തന്നെ അവരെ കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി. അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. ദൈവത്തിൽ വിശ്വസിച്ചാൽ കിട്ടുന്നത് ഇതേ ഉള്ളൂ, സ്പിരിച്വൽ ഒരു ഹാപ്പിനെസ്, സന്തോഷം, അത്രേ കിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും ദൈവത്തിൽ വിശ്വസിച്ചാൽ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ദൈവത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന അവന് കിട്ടിയത് അതാണ്. അവനും കുടുംബവും ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ആനന്ദം കിട്ടി, അത്രേ കിട്ടും. അതിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കുന്നിടത്താണ് ദൈവത്തെ നമ്മൾ വിഗ്രഹമാക്കുന്നത്. ദൈവത്തെ വിഗ്രഹമാക്കരുത്. ദൈവത്തെ ഒരിക്കലും വിഗ്രഹമാക്കരുത്. കാരണം ദൈവം സർവ്വവ്യാപിയാണ്, സർവജ്ഞനാണ്, സർവശക്തനാണ്. ഈസ് ഒംനിപൊട്ടൻറ്റ്, ഒംനിപ്രസൻറ്റ് ആൻഡ് ഒംനീഷ്യൻ. അവൻ മൂന്ന് അവസ്ഥകളിൽ നിലകൊള്ളുന്നവനാണ് ദൈവം. സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്, സർവജ്ഞനാണ്. അതുകൊണ്ട് അവനെ വിഗ്രഹമാക്കുന്നിടത്താണ് പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങൾക്ക് ദുരിതം കയറി വരുന്നത്. അവനെ വിഗ്രഹമാക്കരുത്. എപ്പോഴാണ് അവനെ വിഗ്രഹമാക്കുന്നത്? എൻ്റെ നിയോഗങ്ങൾ അതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വിഗ്രഹമാകും. ഇതെൻ്റെ നിയോഗമാണ്, ഇത് നീ സാധിച്ചതാ. അപ്പോൾ ഇത് വിഗ്രഹമാകുകയാണ്. അത് വിഗ്രഹാരാധനയാണ്, അത് ഐഡിയൽ വേർഷിപ്പാണ്. ഐഡൽസ് ആകരുത്. നമ്മുടെ ദൈവം ഒരിക്കലും വിഗ്രഹങ്ങളാക്കരുത് ദൈവത്തെ ഒരിക്കലും. അവൻ നമ്മളെ സൃഷ്ടിച്ചവനല്ലേ, അവനെ നമ്മളെ എങ്ങനെ വിഗ്രഹമാക്കാൻ പറ്റും? അവനെ വിഗ്രഹമാക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ പ്രാർത്ഥനയാണ് പലപ്പോഴും ദൈവത്തെ വിഗ്രഹമാക്കുന്നത്. എൻ്റെ പ്രാർത്ഥന ദൈവത്തെ വിഗ്രഹമാക്കരുത്. പ്രവൃത്തിയല്ല, പ്രാർത്ഥന. പ്രിയമുള്ള ദൈവജനമേ, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വചനഭാഗത്ത് നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്നറിയോ? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അപ്പോൾ ആദ്യം അവനെ കർത്താവാക്കി മാറ്റണം. എൻ്റെ എല്ലാത്തിൻ്റെയും കർത്താവ് യേശു ക്രിസ്തുവാണ്. എൻ്റെ പഠനത്തിൻ്റെ, ജോലിയുടെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ, മക്കളുടെ, സാമ്പത്തിക മേഖലയുടെ സകലത്തിൻ്റെയും കർത്താവ് അവനായിരിക്കണം. എൻ്റെ പ്രാർത്ഥനയുടെയും കർത്താവ് അവനായിരിക്കണം. അങ്ങനെയാണെങ്കിലേ അത് യേശു ക്രിസ്തു കർത്താവായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ചാൽ നീയും കുടുംബവും രക്ഷിക്കപ്പെടും. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കേണ്ട സമയമാണ്. എഴുന്നേറ്റ് നിൽക്കാം. കണ്ണടച്ചേ. നിങ്ങളെ തന്നെ ഇന്ന് നമ്മളിപ്പോൾ ഈ വചനം കേട്ടപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്കൊന്ന് മാറ്റം വരുത്തണം എന്ന് തോന്നി.
അത് നിങ്ങളെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ അത് മേഖലയെല്ലാം മാറ്റം വരുത്താൻ നിങ്ങൾ തീരുമാനമെടുത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ, മറ്റാരുടെ മുന്നിലല്ല, കർത്താവായ യേശുവിൻ്റെ മുൻപിൽ മാത്രം നിങ്ങൾ മാറ്റം വരുത്തുക. അവനോട് പറയുക, കർത്താവേ ഇതെനിക്ക് തിരുത്തേണ്ടതാണെങ്കിൽ ഞാൻ തിരുത്തും. ഉറപ്പ് കൊടുക്കുക ദൈവത്തിന്. ഇതെൻ്റെ ഈ ദുർഗുണമാണെങ്കിൽ ഞാനത് മാറ്റി സദ്ഗുണത്തെ ഞാൻ നിക്ഷേപിക്കും. അങ്ങനെ ദൈവത്തിന് മുമ്പിൽ മാറ്റേണ്ടതായിട്ടുള്ള എല്ലാ മേഖലകളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് ഈ ആരാധനയിൽ കർത്താവേ നീ എന്നെ തൊടണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ ആരാധനയിൽ, ഓ എൻ്റെ ദൈവമേ നീ എന്നെ തൊടണം, എൻ്റെ ഈ അവസ്ഥയിൽ നീ കടന്നു വരണം, എൻ്റെ ആത്മീയ ജീവിതത്തിൽ നീ കടന്നു വരണം, എന്നെ പൂർണ്ണമായിട്ടും നിൻ്റേതാക്കി നീ മാറ്റണം. ഓ പരിശുദ്ധാത്മാവേ നിറയണമേ, അഭിഷേകം ചെയ്യണമേ, കൃപയ്ക്ക് മേൽ കൃപ നൽകണമേ പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി.